السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. وأصلي وأسلم على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه الطيبين الطاهرين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ ബഹുമാനരായ ഈ പ്രദേശത്തെ ദഅവാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ബഹുമാന്യരെ, ഈ വിജ്ഞാനവേദിയിൽ പങ്കുചേരുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഉമ്മമാരെ, രക്ഷിതാക്കളെ, അൽഹംദുലില്ലാ, നമ്മൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീൻ കേൾക്കാനും പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ വേണ്ടിയാണ് ഇങ്ങനെ ഇവിടെ ഈ ഒരു സമയത്ത് ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തവും കേൾവിയുമെല്ലാം സ്വാലിഹായ കർമ്മമായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ റഹ്മത്ത് അവതരിക്കുന്നൊരു സദസ്സാണ് എന്നുള്ളത് കൂടെ മറ്റ് ഇതര സംഗമങ്ങളിൽ നിന്നും ഇരുത്തത്തിൽ നിന്നും കേൾവിയിൽ നിന്നെല്ലാം നമ്മുടെ ഈ ഒരു അറിവിൻ്റെ ഇൽമിൻ്റെ മജ്ലിസിനെ വ്യതിരക്തമാക്കുന്നു എന്നുള്ളതാണ് നമ്മൾക്ക് ഈ ഇവിടെ വന്ന് തിരിച്ചു പോകുമ്പോൾ ലഭിക്കുന്ന മറ്റൊരു നേട്ടം. അതതിൻ്റെ പൂർണ്ണതയിൽ ലഭിക്കുന്ന വിശ്വാസികളിൽ അല്ലാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, വളരെ വൈജ്ഞാനികമായ ഒരു ആമുഖം തന്നെ സുഹൃത്ത് മുഹ്സിൻ അൻസാരി ഇവിടെ നിർവഹിക്കുകയുണ്ടായി. അതുകൊണ്ട് ഞാൻ നമ്മൾ ഇന്നത്തെ വിജ്ഞാനവേദിയുടെ വിഷയമായ മസീഹുദ് ദജ്ജാൽ എന്ന വിഷയത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള നല്ലൊരു തുടക്കം മുഹ്സിൻ അൻസാരി ഇവിടെ നിർവഹിച്ചു. അൽഹംദുലില്ലാ. സൂചിപ്പിച്ചതുപോലെ വ്യത്യസ്തമായ ഒരു വിഷയമാണ്. പൊതുവെ നമ്മുടെ നാടുകളിൽ അല്ലെങ്കിൽ പല ക്ലാസ്സുകളും ഒക്കെ കേൾക്കുന്ന ആളുകളാണ് നമ്മളെങ്കിലും സാധാരണയായി ധാരാളമായി നമ്മൾ കേൾക്കാത്ത ഒരു വിഷയം കൂടെയാണ് മസീഹുദ് ദജ്ജാൽ എന്നുള്ളത്. ഖിയാമത്ത് നാളിന് വലുതും ചെറുതുമായ കുറേ അടയാളങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങൾ മാത്രം വിവരിക്കുന്ന ഗ്രന്ഥങ്ങൾ പണ്ഡിതന്മാർ രചിച്ചിട്ടുണ്ട്. അശ്റാത്തുസ്സാഅ, അലാമാത്തുസ്സാഅ എന്നൊക്കെ പറഞ്ഞ് 500 600 അതിലധികവും പേജുകളുള്ള പുസ്തകങ്ങൾ ആ വിഷയത്തിൽ മാത്രം രചിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അതിലെ ഒരു വിഷയമാണ് മസീഹുദ് ദജ്ജാൽ എന്നുള്ളത്. മസീഹുദ് ദജ്ജാൽ എന്നുള്ള വിഷയത്തിൽ മാത്രം പണ്ഡിതന്മാർ പുസ്തകങ്ങൾ രചിച്ചത്, 100 കണക്കിന് പേജുകളുള്ള പുസ്തകങ്ങൾ രചിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അത്രമേൽ പ്രവാചക വചനങ്ങളും നമ്മുടെ മുൻഗാമികളുടെ താക്കീതുകളുമെല്ലാം ആ വിഷയത്തിൽ വന്നതുകൊണ്ടും അത്രമേൽ ആ വിഷയത്തിന് ഗൗരവമുള്ളത് കൊണ്ടാണ് അതങ്ങനെ പണ്ഡിതന്മാർ ഗൗരവത്തിലെടുക്കാനും പ്രവാചകന്റെ ആ വിഷയത്തിൽ വന്ന ഹദീസുകളെല്ലാം ക്രോഡീകരിക്കാനും അതൊരു പുസ്തകങ്ങളാക്കി തന്നെ അവർ രചിക്കാനുമുള്ള കാരണം. അപ്പം അതുകൊണ്ടത് നമ്മൾ അറിയുക, മനസ്സിലാക്കുക എന്നുള്ളത് അനിവാര്യമാണ്. വിശ്വാസികൾ എന്ന നിലയിൽ നമ്മുടെ ഇബാദത്തും തഖ്വയും ഇഖ്ലാസും ഒക്കെ മുറുകെ പിടിച്ച് പോകുന്നിടത്ത് ഈ വിഷയം വളരെ ഗൗരവമുള്ളതാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യഖ്റുജു ദജ്ജാലു ഹത്താ യദ്ഹല അന്നാസു അൻ ദിക്രിഹി വഹത്താ തത്റുകൽ അഇമ്മത്തു ദിക്റഹു അലൽ മനാബിർ. എപ്പോഴാണ് ദജ്ജാൽ വരിക? ലാ യഖ്റുജു ദജ്ജാൽ ഹത്താ യദ്ഹല അന്നാസു അൻ ദിക്രിഹി. ദജ്ജാലിനെ കുറിച്ചുള്ള വർത്തമാനങ്ങൾ
അശ്രദ്ധമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് ദജ്ജാൽ ഇറങ്ങുക എന്നാണ്. ദജ്ജാലിനെ കുറിച്ച് മിമ്പറുകളിൽ നിന്ന് ദജ്ജാലിനെ കുറിച്ചുള്ള സംസാരങ്ങൾ ഇല്ലാതെയാകുന്ന ഒരു കാലത്തായിരിക്കും ദജ്ജാൽ പുറപ്പെടുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ എത്രമാത്രം ഇപ്പോൾ അത് കേൾക്കാറുണ്ട് എന്ന് നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അതുമാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗൗരവത്തിൽ ദജ്ജാലിനെ കുറിച്ചുള്ള ഓരോ വിശേഷണങ്ങളും ദജ്ജാലിനെ കുറിച്ചുള്ള താക്കീതുകളും എല്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ എല്ലാ ദിവസവും നമ്മൾ നമസ്കാരത്തിൽ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹുദ് ദജ്ജാൽ, അള്ളാഹുവിനോട് നമ്മൾ രക്ഷ ചോദിക്കുന്ന കാര്യങ്ങളിൽപ്പെട്ട ഒന്നാണ് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്നുള്ള രക്ഷ. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മൾക്ക് ആവശ്യമുള്ള അത്യാവശ്യമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ നമസ്കാരത്തിലെ പ്രാർത്ഥനകളിൽ തന്നെ നമ്മൾക്ക് വെച്ച് തന്നിട്ടുണ്ട്. നമ്മൾ മറന്നാലും അത് അള്ളാഹിന്റെ റഹ്മത്താണ്. നമ്മളെപ്പോഴും മറക്കാൻ സാധ്യതയുണ്ട്. ഇന്ന് നമസ്കാരത്തിലല്ലാതെ നമ്മൾ എത്ര തവണ ഹിദായത്തിനെ ചോദിച്ചിട്ടുണ്ട്? നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് അല്ലേ? നമുക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യം ഏതാണ്? ഹിദായത്താണ്. പക്ഷെ ഇന്ന് നിസ്കാരത്തിലല്ലാതെ നമ്മൾ എത്ര തവണ ഹിദായത്തിനെ ചോദിച്ചിട്ടുണ്ട്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് നമസ്കാരത്തിലല്ലാതെ നമ്മൾ എത്ര തവണ ചോദിച്ചിട്ടുണ്ട്? ആത്മാർത്ഥമായി മനസ്സറിഞ്ഞ് നമ്മൾ ചോദിച്ചിട്ടുണ്ട്. പൊതുവെ നമ്മൾ അത് മറക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു നിർബന്ധ ബാധ്യതയായി നമസ്കാരത്തിൽ അതൊരു പ്രാർത്ഥനയായി അള്ളാഹു വെച്ചു തന്നു. നമ്മൾ അള്ളാഹിനോട് ചോദിക്കുകയാണ്, ഇല്ലെങ്കിൽ നമ്മളത് ചോദിക്കൂ. എന്ന പോലെ തന്നെ നമ്മൾ രക്ഷ തേടേണ്ട കാര്യങ്ങളും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ നമസ്കാരത്തിൻ്റെ ഒരിടത്ത് നമ്മൾക്കത് പ്രാർത്ഥനയിൽ ഇസ്തിആദയിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾക്കത് പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് അള്ളാഹുവിനോട് നമ്മൾ അവസാനം അത്തഹിയാത്തിൽ നമ്മൾ തേടുന്ന രക്ഷ ചോദിക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ് വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹുദ് ദജ്ജാൽ. ദജ്ജാലിൽ നിന്ന് നമ്മൾ എല്ലാ ദിവസവും മുസ്ലിം സമൂഹം എല്ലാ ദിവസവും 1400 വർഷമായി ഓരോ വിശ്വാസിയും 5 നേരവും ദജ്ജാലിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു കേവലമായ ഒരു എന്താ പറയാ ഒരു കേവലമായ ഒരു പ്രാർത്ഥന, ഒരു ദിക്ർ എന്നുള്ളതിന്റെ അപ്പുറത്ത് എന്താണ് അതെന്ന് മനസ്സിലാക്കലാണ് നമ്മുടെ ഈ ഒരു ഇരുത്തം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഉഊദു ബില്ലാഹി മിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് നിങ്ങൾ അള്ളാഹുവിനോട് ശരണം തേടുക, നിങ്ങൾ അള്ളാഹുവിനോട് രക്ഷ തേടുക എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. യഖ്റുജു മിൻ ഖിബലിൽ മശ്രിഖ്, മശ്രിഖിൽ നിന്നാണ് ദജ്ജാൽ വരിക. ഫി സമനി ഇഖ്തിലാഫിൻ മിനൻ നാസി വഫുർഖ, ജനങ്ങൾക്കിടയിൽ വലിയ ഫിത്നയുണ്ടാകുന്ന, അഭിപ്രായ ഭിന്നതകൾ ശക്തമായി രൂപപ്പെടുന്ന, അവർക്കിടയിൽ ഛിദ്രതകൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലാണ് ദജ്ജാൽ വരിക എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മളൊക്കെ കടന്നു പോകുന്ന ഒരു കാലഘട്ടം, എന്തുമേൽ അത്രമാത്രം ഫിത്നകളും കലഹങ്ങളും ഭിന്നതകളും ഒക്കെ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുറകിൽ നിന്ന് നമസ്കരിച്ച സ്വഹാബിമാർ അത് ചൊല്ലിയിരുന്നു. പക്ഷെ അവർക്കിടയിൽ ഇത്തരം അങ്ങനത്തെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അതെല്ലാം അതിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു കാലഘട്ടത്തിൽ എത്രമേൽ ഈമാനികമായി നമ്മളിത് നിർവഹിക്കേണ്ടതുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ ബുഇസ നബിയ്യുൻ ഇല്ലാ അൻദറ ഉമ്മതഹുൽ അഅ്വറൽ കദ്ദാബ്. ഒരൊറ്റ പ്രവാചകനും നിയോഗിക്കപ്പെട്ടിട്ടില്ല, അഥവാ എല്ലാ പ്രവാചകന്മാരും താക്കീത് നൽകിയ ഒരു പരീക്ഷണമാണ്, ഒരു വലിയ ഫിത്നയാണ് അൽ അഅ്വറൽ കദ്ദാബ് അഥവാ മസീഹുദ് ദജ്ജാൽ. അവന്റെ വിശേഷണം പറഞ്ഞതാണ്, നമ്മളത് പറയും ഇൻഷാ അല്ലാഹ്. അപ്പൊ എല്ലാ പ്രവാചകന്മാരും താക്കീത് നൽകാൻ മാത്രം വലിയ ഫിത്നയാണ് ദജ്ജാലിന്റെ ഫിത്ന. ദജ്ജാൽ പുറപ്പെട്ട ഒരു സമൂഹത്തിൽ അത്രമേൽ ഫിത്നയുണ്ടാകുമെന്നാണ്. ദജ്ജാൽ പുറപ്പെട്ട ഒരു സമൂഹത്തിൽ ദജ്ജാൽ അത്രമേൽ ഫിത്നയുണ്ടാകുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. എന്താണ് ദജ്ജാലിന്റെ പേര്? നമ്മളെ ഹദീസിൽ വന്നത് അൽ മസീഹുദ് ദജ്ജാൽ, മസീഹുദ് ദജ്ജാൽ എന്നാണ്. മസീഹുദ് ദജ്ജാൽ എന്താണ്? മസീഹുദ് ദജ്ജാൽ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞു, എന്തുകൊണ്ടാണ് മസീഹ് എന്നുള്ള പേര് വന്നത്? ദജ്ജാലിന് മസീഹ് എന്നുള്ള പേര് എന്തുകൊണ്ടാണ് വന്നത്? 2-3 കാര്യങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞു. അതൊന്ന് ലിമസ്ഹിൽ അർദ്,
ദജ്ജാൽ യതൂഫുഹാ വയദ്ഖുലു ജമീഅ ബുൽദാനിഹാ ഇല്ലാ മക്കത വൽ മദീന. ദജ്ജാൽ എല്ലായിടത്തും എത്തും, അതിശക്തമായി അതിവേഗത്തിൽ. വളരെ കുറഞ്ഞൊരു സമയമാണ് ദജ്ജാൽ ഇവിടെ ഉണ്ടാകുക. പക്ഷെ ആ സമയം കൊണ്ട് ദജ്ജാല് മക്കയും മദീനയുമല്ലാത്ത എല്ലായിടത്തും ദജ്ജാലെത്തും, എല്ലായിടത്തും ദജ്ജാല് തൊട്ടുതലോടി പോകും എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് മസീഹ് എന്ന് പേര് വരാനുള്ള ഒരു കാരണം എന്ന് പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ സാധിക്കും. മറ്റൊരു കാരണം ലിഅന്നഹു മംസൂഹുൽ ഐനിൽ വാഹിദ, ഒരു കണ്ണ് ഇല്ലാത്ത ആളാണ് ദജ്ജാൽ. ഒരു കണ്ണിന്റെ അവിടെ ഒന്നുമില്ല, ഒറ്റക്കണ്ണനാണ് ദജ്ജാൽ. അതുകൊണ്ടായിരിക്കും എന്നാണ്. എന്തുകൊണ്ടാണ് ദജ്ജാൽ എന്ന് പേര് വന്നത്? ലിഅന്നഹു കദ്ദാബ് ഫദ്ദജ്ജാലു യക്ദിബു അലന്നാസ്, കള്ളനാണവൻ. കളവേ ദജ്ജാൽ പറയുകയുള്ളൂ. ദജ്ജാൽ എന്തെങ്കിലും ഒന്ന് ഉരുവിട്ടാൽ അത് കളവായിരിക്കും. ജനങ്ങളോട് താൻ പുറപ്പെടുന്ന ഒരു സമൂഹത്തിൽ കളവ് മാത്രം പറഞ്ഞു നടക്കുന്ന ആളായിരിക്കും ദജ്ജാൽ. മാത്രമല്ല ലിതംവീഹി അലന്നാസി വതൽബീസിഹി അലൈഹിം, ജനങ്ങൾക്കാകെ ഇൽത്തിബാസ് ഉണ്ടാക്കി അവർക്കിടയിൽ എന്താ പറയാ അവരെ ആകെ ആശയക്കുഴപ്പത്തിലാക്കുന്ന അവസ്ഥയിലായിരിക്കും ദജ്ജാൽ വരിക. ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കാൻ, അവരുടെ വിശ്വാസത്തിൽ നിന്ന് അവരെ വ്യതിചലിപ്പിക്കാൻ, അവരെ ഹഖിൽ നിന്ന് ബാത്തിലിലേക്ക് കൊണ്ടുപോകാൻ, സ്വർഗാവകാശികളെ നരകാവകാശികളാക്കാൻ ഉള്ള പണിയാണ് ദജ്ജാൽ എടുക്കുക. അവരുടെ വിശ്വാസത്തിൽ വ്യതിചലനങ്ങൾ ഉണ്ടാക്കാനാണ് ശൈത്താൻ പണിയെടുക്കുക, ദജ്ജാൽ പണിയെടുക്കുക. അതുകൊണ്ടാണ് ദജ്ജാൽ എന്നുള്ള പേര് കിട്ടിയത് എന്ന് പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ സാധിക്കും. മാത്രമല്ല ഒരുപാട് ഹദീസുകളിൽ ദജ്ജാല് വരുന്ന ധാരാളക്കണക്കിന് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. പണ്ഡിതന്മാർ പറയാണ്, മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നത് കാണാൻ സാധിക്കും, അമ്മാ അഹാദീസു ദിക്രി ദജ്ജാലി ഫഖദ് കസീറ ജിദ്ദൻ. ഇതിനത് പറയാനുള്ള കാരണം, ദജ്ജാലിനെ കുറിച്ചുള്ള ചർച്ചകൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് നടന്നിട്ടുണ്ട്. അത് പറഞ്ഞു തുടങ്ങിയാൽ അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുള്ളൂ. അപ്പൊ ദജ്ജാലിനെ നിഷേധിക്കുന്ന ആളുകളുണ്ട്. ദജ്ജാൽ എന്ന് പറഞ്ഞാൽ അതിനെ മറ്റു പല വ്യാഖ്യാനങ്ങളും നൽകുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അമ്മാ അഹാദീസു ദിക്രി ദജ്ജാൽ ഫഖദ് കസീറത്തുൻ ജിദ്ദൻ. ദജ്ജാലിനെ കുറിച്ച് പറയുന്ന ഹദീസുകൾ മാത്രം ധാരാളമുണ്ട്. വഹിയ അക്സറു മിൻ അൻ തുഹ്സർ, എണ്ണിയാലൊടുങ്ങാത്ത അത്ര ഹദീസുകൾ ദജ്ജാലിന്റെ വിഷയത്തിൽ മാത്രമുണ്ട് എന്ന് മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയാണ്. എന്നാൽ വഖദ് അൻകറത് ത്വായിഫത്തുൻ കസീറത്തുൻ മിനൽ ഖവാരിജ് വൽ ജഹ്മിയ്യ വബഅദുൽ മുഅ്തസില മിനൽ ഖവാരിജ് വൽ ജഹ്മിയ്യത്തി വബഅദുൽ മുഅ്തസില. ചില ആളുകൾ ദജ്ജാൽ വരുന്നതിനെ നിഷേധിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലുണ്ട്. ദജ്ജാലിനെ നിഷേധിച്ച് വ്യാഖ്യാനങ്ങൾ എഴുതിയ, ബുഖാരിയെ വ്യാഖ്യാനിക്കുന്നിടത്ത് അത്തരം ഹദീസുകളെ വ്യാഖ്യാനിച്ച് എഴുതിയ ആളുകളുണ്ട്. ദജ്ജാലിന്റെ ഹദീസുകളെ നിഷേധിച്ചവരുണ്ട്. അത് ആഹാദായ ഹദീസുകളാണെന്ന് പറഞ്ഞ ആളുകളുണ്ട്. മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയാണ്, വഖദ് അൻകറ ത്വായിഫു കസീറ, ഒരുപാട് കക്ഷികൾ ദജ്ജാലിന്റെ ഹദീസിനെ ദജ്ജാൽ വരൂല, അതില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട്, നിഷേധിച്ച ആളുകളുണ്ട്. ആരൊക്കെയാണ് അവർ? അത്തരം സ്വഭാവക്കാർ. അത് അഹ്ലുസുന്നയല്ല. അപ്പൊ അങ്ങനെ ആരെങ്കിലും ദജ്ജാലിനെ നിഷേധിക്കുകയോ ദജ്ജാലിന്റെ കാര്യം പറയുന്ന സമയത്ത് മുഖം ചുളിക്കുകയോ ആ ഹദീസുകൾ കേൾക്കുന്ന സമയത്ത് അത് ഉൾക്കൊള്ളാൻ പറ്റാതിരിക്കുകയോ ചെയ്താൽ അത് ആരുടെ സ്വഭാവമായിരുന്നു? ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, മിനൽ ഖവാരിജ്, അത് ഖവാരിജികളുടെ സ്വഭാവമാണ്. അവരാണ് അതിനെ നിഷേധിച്ചത്. വൽ ജഹ്മിയ്യ, ആദ്യ കാലഘട്ടത്തിൽ ഇസ്ലാമിൽ നിന്ന് കക്ഷികളായി തിരിഞ്ഞുപോയ ജഹ്മിയാക്കളാണ് അതിനെ നിഷേധിച്ചത്. പിന്നെയോ വബഅദുൽ മുഅ്തസില, ചില മുഅ്തസിലിയാക്കളായ ആളുകളും അവരും അതിനെ നിഷേധിച്ചിട്ടുണ്ട്. എന്തിനെ? ഖുറൂജ് ദജ്ജാലി ബിൽ കുല്ലിയ, ദജ്ജാൽ പുറപ്പെടുമെന്നുള്ളതിനെ പൂർണ്ണമായി അങ്ങനെ ഒന്നില്ല എന്ന് പറഞ്ഞ് നിഷേധിച്ച ആളുകളാണ് ഇവരെല്ലാം. വറദ്ദു അലാ ഹദീസൽ വാരിദ ഫീ, ആ വിഷയത്തിൽ വന്ന ഹദീസുകളെല്ലാം അവരെന്ത് ചെയ്തു? തള്ളിക്കളഞ്ഞു. ഹദീസൊന്നും ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റൂല എന്ന് അവർ പറഞ്ഞു എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, എന്നിട്ട് പണ്ഡിതന്മാർ പറയാണ്, എന്നാൽ അഖ്ബാറു ദജ്ജാലി തഹ്തമിലു മുജല്ലദാത്ത് വഖദ് അഫ്റഗഹാ ഗൈറു വാഹിദിൻ മിനൽ അഇമ്മ ബിത്തഅലീഫ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, ദജ്ജാലിന്റെ വിഷയത്തിൽ മാത്രമുള്ള ഹദീസുകൾ, മുജല്ലദാത്തുകൾ, വാള്യങ്ങൾ ശേഖരിക്കാൻ മാത്രം ദജ്ജാലിന്റെ വിഷയത്തിൽ മാത്രം ഹദീസുകൾ വന്നിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ വഖദ് അഫ്റദഹാ ഗൈറു വാഹിദിൻ മിനൽ അഇമ്മത്തി ബിത്തഅലീഫ്, ചില പണ്ഡിതന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്? അത് മാത്രം ക്രോഡീകരിച്ച് ഗ്രന്ഥങ്ങൾ അവർ രചിച്ചിട്ടുണ്ട് എന്ന് മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ക്രോഡീകരിച്ചത്? അത് മുസ്ലിം ഉമ്മത്ത് അറിയേണ്ട ഒരു വിഷയമാണ്. അത്രമേൽ വലിയൊരു ഫിത്നയായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും
നമ്മുടെ സലഫുകൾ നമ്മളെ പഠിപ്പിച്ചത്. അല്ലെങ്കിൽ എല്ലാ പ്രവാചകന്മാരും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഇങ്ങോട്ടുള്ള ഒരു പ്രവാചകനും വന്നിട്ടില്ല ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന്, ഫിത്നയെ തൊട്ട് തന്റെ സമുദായത്തെ, തന്റെ സമൂഹത്തെ താക്കീത് ചെയ്തിട്ടല്ലാതെ, അതിനെക്കുറിച്ച് അവരെ കൃത്യമായി ഉത്ബോധിപ്പിച്ചിട്ടല്ലാതെ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ ഒരുപാട് ഖിയാമത്തിന്റെ അടയാളങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എല്ലാ അടയാളങ്ങളും എല്ലാ പ്രവാചകന്മാരും പറഞ്ഞിട്ടില്ല. പക്ഷേ എല്ലാ പ്രവാചകന്മാരും പറഞ്ഞതാണ് എന്ത്? എല്ലാ പ്രവാചകന്മാരും പറഞ്ഞ ഫിത്നയാണ് ദജ്ജാലിന്റെ ഫിത്ന എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം. എന്നിട്ട് എന്നാൽ എന്തുകൊണ്ടാണ് അപ്പൊ ചില ആളുകൾ പറയും ദജ്ജാൽ എത്ര വലിയൊരു ഫിത്നയായിട്ട് എന്താണ് അത് ഖുർആനിൽ വരാത്തത്, അല്ലേ? അങ്ങനെ ഏത് ഖുർആനിലല്ലേ ആദ്യം വരേണ്ടത് എന്നൊക്കെ ചോദിക്കും. അപ്പൊ അതിന് പണ്ഡിതന്മാർ മറുപടി പറയാണ്, എന്തുകൊണ്ടാണ് ലിമാദാ ലം യുദ്കർ അൽ മസീഹു ദജ്ജാൽ സറാഹത്തൻ ഫിൽ ഖുർആൻ, എന്തുകൊണ്ടാണ് ഖുർആനിലെ മസീഹു ദജ്ജാൽ എന്ന് വ്യക്തമായി പേരെടുത്ത് ആ ഒരു ഫിത്നയെ കുറിച്ച് ഖുർആൻ നേർക്ക് നേർ എന്തുകൊണ്ട് പറഞ്ഞില്ല? ഇതിന് പണ്ഡിതന്മാർ മറുപടി പറഞ്ഞു. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ, ഇബ്നു കസീർ നമുക്കൊക്കെ അറിയുന്ന ഖുർആൻ മുഫസ്സിറാണ്, അഹ്ലുസുന്നയുടെ വലിയ മുഫസ്സിറാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം പറയണേ ലം യുദ്കർ ബിസരീഹി ഇസ്മിഹി ഫിൽ ഖുർആനി ഇഹ്തിഖാറൻ ലഹു, അല്ലാഹ് പറഞ്ഞില്ല. അത്രയും നിന്ദനാണ് ദജ്ജാൽ, ഓനെ പറയാൻ മാത്രം, അല്ലേ, ഖുർആനിൽ പേര് വരാൻ മാത്രം ഓനായിട്ടില്ല, അത്രയും നിന്ദനാണ്. അതുകൊണ്ടാണ് ദജ്ജാലിന്റെ പേര് അല്ലാഹ് ഖുർആനിൽ പറയാതിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൈസു ഇന്നഹു യദ്ഇൽ ഇലാഹിയ്യ വഹുവ ബശർ, മനുഷ്യനാണ് ദജ്ജാൽ, മനുഷ്യരിൽപ്പെട്ട ഒരാളാണ് ദജ്ജാൽ, അല്ലേ? ചിലപ്പോൾ നമുക്ക് പുതിയ അറിവായിരിക്കണം, ദജ്ജാല് മനുഷ്യന്മാരിൽപ്പെട്ട ഒരു മനുഷ്യനാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. എന്നിരിക്കെ അവൻ എന്ത് വാദിച്ചു? അവൻ ഇലാഹിയത്ത് വാദിച്ചു, ഉലൂഹിയത്ത് വാദിച്ചു. അവനെ പടച്ചവനാണെന്ന് പറഞ്ഞിട്ടാണ് അവൻ വരിക, ഞാനാണ് റബ്ബ് എന്ന് പറഞ്ഞിട്ടാണ് അവൻ വരിക. വഹുവ മഅ ബശരിയതിഹി നാഖിസുൽ ഖൽഖ്, മനുഷ്യനായിരിക്കെ തന്നെ അവന് എന്താണ്? കുറവുള്ള ആളാണ്. എന്താണ്? ഒറ്റക്കണ്ണനാണ്. നമ്മൾ ഒറ്റക്കണ്ണനല്ലല്ലോ, നമുക്കൊക്കെ രണ്ട് കണ്ണുണ്ട്. എന്നാല് റബ്ബായി വാദിക്കുന്ന ഒരാൾക്ക് എന്ത് വേണം? റുബൂബിയത്ത് വാദിക്കുന്ന ഒരാൾക്ക് അതിന്റെ ഒരു പൂർണ്ണതയെങ്കിലും വേണം. പക്ഷേ അതുപോലും അവനില്ല എന്ന് മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. വകാന അംറുഹു ഇൻദ റബ്ബി അഹ്കർ മിൻ അൻ യുസ്കർ, അല്ലേ? അവനക്ക് ഇതിൽ പറയാനുള്ള അത്രയും നിന്ദനാണ് അവൻ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ദജ്ജാലിന്റെ പേര് പറയാതെ പോയത് എന്ന് പണ്ഡിതന്മാര് അങ്ങനെ ചോദിച്ച ആളുകൾക്ക് മറുപടി കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ കൊടുക്കോ? ഇല്ലല്ലോ, വേറെ ബാങ്ക് ഇങ്ങോട്ട് കേൾക്കോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖിയാമത്ത് നാളിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദജ്ജാലിന്റെ വരവിനെ ഖിയാമത്ത് നാളിന്റെ വലിയ അടയാളങ്ങളിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണിയിട്ടുള്ളത്. അപ്പോൾ ഖിയാമത്ത് നാളിന്റെ കുറേ ചെറിയ അടയാളങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ചെറിയ അടയാളങ്ങൾ. എന്നാൽ ഖിയാമത്ത് നാളിന്റെ വലിയ അടയാളങ്ങളുണ്ട്. ചെറിയ അടയാളങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞത് ഏകദേശം എല്ലാം വന്നു കഴിഞ്ഞു എന്ന് പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ സാധിക്കും. എന്നാൽ ഖിയാമത്ത് നാളിന്റെ വലിയ അടയാളങ്ങൾ, ഖിയാമത്ത് നാളിന്റെ തൊട്ട് മുമ്പായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഖിയാമത്ത് നാളിന്റെ വലിയ അടയാളങ്ങൾ. അതിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദജ്ജാലിന്റെ വരവിനെ പ്രവാചകൻ എണ്ണിയിട്ടുള്ളത്. മഹാനായ ഹുദൈഫത്ത് ബിനു അസീദ് അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഞങ്ങളിങ്ങനെ പള്ളിയിൽ നിൽക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളിലേക്ക് ഇങ്ങനെ വന്നു, നബി ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. അപ്പം ഞങ്ങൾ പരസ്പരം ദീനിയായ കാര്യങ്ങൾ ഇങ്ങനെ മുദാക്കർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നബി ചോദിച്ചു, മാദാ തദാക്കറൂൻ, എന്താണ് നിങ്ങൾ ഇങ്ങനെ മുദാക്കർ നടത്തിക്കൊണ്ടിരിക്കുന്നത്? അവരിങ്ങനെ സ്വഹാബിമാർ കൂടിയിരുന്നാൽ ദീനിയായ കാര്യങ്ങളാണ് എപ്പോഴും സംസാരിക്കുക. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഖിയാമത്ത് നാളിനെ കുറിച്ചാണ് പ്രവാചകരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നഹാ ലൻ തഖൂമ ഹത്താ തറൗന ഖബ്ലഹാ 10 ആയാത്തിൻ. 10 അടയാളങ്ങൾ കാണുന്നത് വരെ അത് സംഭവിക്കൂല. അഥവാ ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതിന് മുമ്പ് 10 അടയാളങ്ങൾ, പ്രധാനമായും 10 അടയാളങ്ങൾ ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ചില സമയത്ത് ചില ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീർഘമായി ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളെക്കുറിച്ച് ഒരു ദിവസത്തിൻ്റെ വലിയൊരു ഭാഗം ആ വിഷയം മാത്രം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന പള്ളിയിൽ സംസാരിച്ചത് ഹദീസുകൾ നമ്മൾ കാണാൻ സാധിക്കും. പ്രവാചകൻ നമസ്കാരം കഴിയും, മിമ്പറിലേക്ക് കയറും, പ്രവാചകൻ ഖിയാമത്ത് നാളിനെ കുറിച്ച്, അതിൻ്റെ അടയാളങ്ങളെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. അടുത്ത നമസ്കാരത്തിൻ്റെ സമയമാകും, നമസ്കാരം കഴിഞ്ഞാൽ വീണ്ടും പ്രവാചകൻ മിമ്പറിൽ കയറും, ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കും. ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ പ്രവാചകൻ ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളെക്കുറിച്ച് പറഞ്ഞ ഒരുപാട് ഹദീസുകൾ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് വാള്യങ്ങൾ കണക്കെ എഴുതാൻ മാത്രം ഈ വിഷയത്തിൽ ഹദീസുകൾ വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നബി അവരിലേക്ക് ഇങ്ങനെ വരുമ്പോൾ അവര് എന്തൊക്കെയോ അവരിങ്ങനെ കൂടിയിരുന്ന് ചർച്ച ചെയ്ത് പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നബി ചോദിച്ചു, എന്താ നിങ്ങൾ പറയണത്? ഞങ്ങള് ഖിയാമത്ത് നാളിനെ കുറിച്ച് പറയണം. അപ്പൊ നബി അവർക്ക് പറഞ്ഞു കൊടുക്കണം, 10 കാര്യങ്ങളില്ലാതെ ഖിയാമത്ത് നാൾ സംഭവിക്കൂല. അതിൽപ്പെട്ട ഒന്നാണ് അദ്ദുഖാൻ, ഒരു പുക വരുന്നതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ വദ്ദജ്ജാൽ, അതിൽ പ്രവാചകൻ എണ്ണിയ കാര്യമാണത്. ആ 10ൽ പ്രവാചകൻ എണ്ണിയ കാര്യമാണ് ദജ്ജാൽ. പിന്നെ അതിൽ പ്രവാചകൻ എണ്ണിയത് ദാബത്തുൽ അർളിനെ കുറിച്ചാണ്, യഅജൂജ് മഅജൂജിനെ കുറിച്ചാണ്. പടിഞ്ഞാറിൽ നിന്ന് തുലൂഉ ശംസി മിൻ മഗ്രിബിഹാ, പടിഞ്ഞാറിൽ നിന്ന് സൂര്യൻ ഉദിക്കുന്നതിനെ കുറിച്ചാണ്. ഇങ്ങനെ ഖിയാമത്തിന്റെ തൊട്ട് മുമ്പ് സംഭവിക്കുന്ന വലിയ അടയാളങ്ങൾ, ആ വലിയ 10 അടയാളങ്ങൾ എണ്ണിയ കൂട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദജ്ജാൽ, ഖിയാമത്തിന്റെ തൊട്ട് മുമ്പ് സംഭവിക്കുന്ന വലിയ അടയാളങ്ങളിൽപ്പെട്ടതാണ് ദജ്ജാൽ വരിക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. വആഖിറു ദാലിക നാറുൻ തഖ്റുജു മിനൽ യമൻ തത്റുദു അന്നാസ ഇലാ മഹ്ശരിഹിം. അവസാനം സംഭവിക്കുന്നതാണ്, യമനിന്റെ ഭാഗത്ത് നിന്ന് ഒരു തീ വരും, അത് ജനങ്ങളെ മഹ്ശറിലേക്ക് ഇങ്ങനെ അടുപ്പിക്കും എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും. സലാസുൻ ഇദാ ഖറജ്ൻ, 3 കാര്യങ്ങൾ പുറപ്പെട്ടാൽ, ഖുർആന്റെ ആയത്താണ്, ലാ യൻഫഉ നഫ്സൻ ഈമാനുഹാ, ഒരാൾക്കും പിന്നെ ഈമാൻ ഉപകാരപ്പെടുകയില്ല, പിന്നെ മുഅ്മിനായിട്ട് എന്തില്ല കാര്യമില്ല. 3 കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് അതുണ്ടായിരിക്കണം. അതിൽപ്പെട്ടതാണ് തുലൂഉ ശംസി മിൻ മഗ്രിബിഹാ, മഗ്രിബിൽ നിന്ന് സൂര്യൻ ഉദിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ അഥവാ പടിഞ്ഞാറിൽ നിന്ന് സൂര്യൻ ഉദിക്കുക എന്നുള്ളത്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ദജ്ജാൽ, ദജ്ജാലിന്റെ വരവ്, വദാബത്തുൽ അർള്, ദാബത്തുൽ അർളിന്റെ വരവ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിയാമത്ത് നാളിന്റെ വലിയ അടയാളമായി നമുക്ക് പറഞ്ഞു തന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളമായിക്കൊണ്ട് ദജ്ജാലിൽ നിന്ന് ഉമ്മത്തിനെ താക്കീത് നൽകിയ ധാരാളം ഹദീസുകൾ നമ്മൾ കാണാൻ സാധിക്കും. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് കാണാൻ സാധിക്കും. മാമിൻ, നേരത്തെ നമ്മൾ പറഞ്ഞ ഹദീസ്, മാമിൻ നബിയ്യിൻ ഇല്ലാ വഖദ് അൻദറ ഉമ്മതഹു അൽ അഅ്വർ അൽ കദ്ദാബ്. എല്ലാ പ്രവാചകന്മാരും ദജ്ജാലിൽ നിന്ന് താക്കീത് കൊടുത്തിട്ടുണ്ട്. എന്താ നബിയോടെ പ്രയോഗിച്ചത്? അൽ അഅ്വർ, അവൻ ആരായിരിക്കും? ഒറ്റക്കണ്ണനായിരിക്കും, അഅ്വർ ആയിരിക്കും. അൽ കദ്ദാബ്, കളവ് പറയുന്ന ആളായിരിക്കും എന്നാണ്. അലാ ഇന്നഹു അഅ്വർ വ ഇന്ന റബ്ബക്കും ലൈസ ബി അഅ്വർ. നബി പറയുന്നു, നിങ്ങൾ മനസ്സിലാക്കണം, ദജ്ജാൽ വരുമ്പോൾ അടയാളം എന്താണ്? അവൻ അഅ്വർ ആയിരിക്കും. എന്നാൽ നിങ്ങളുടെ റബ്ബാരല്ല, അഅ്വർ അല്ല. എന്താ അങ്ങനെ പറയാനുള്ള കാരണം? അവൻ ആരായിട്ട് വാദിക്കും? ഞാന് റബ്ബാണെന്നവൻ വാദിക്കും, ഞാൻ റബ്ബാണ് എന്നവൻ വാദിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറയുന്നത്. അവനാണ് റബ്ബെന്ന് വാദിക്കും. അല്ലാത്ത അതിന് അവൻ കുറെ വ്യാജമായ അല്ലെങ്കിൽ ആ സമയത്ത് ചില അടയാളങ്ങളൊക്കെ അവൻ അതിന് കാണിച്ചു കൊടുക്കും. അതൊരു ഫിത്നയാണ്. ആ സമയത്ത് പടച്ചറബ്ബ് അങ്ങനത്തെ ഒരു ഫിത്ന അവനിലൂടെ നമ്മൾക്കുണ്ടാക്കി തരും. അതാണ് അത് മനസ്സിലാക്കേണ്ടത്. അതൊരു ഫിത്നയാണ്. അതിനെ തിരിച്ചറിയാനുള്ള അടയാളങ്ങളും കാര്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നബി പറയണേ, വ ഇന്ന റബ്ബക്കും ലൈസ ബി അഅ്വർ, നിങ്ങളുടെ റബ്ബാരല്ല, ഒരിക്കലും അഅ്വറല്ല. നബി പറയണേ, വമക്തൂബുൻ ബൈന ഐനൈ, അവന്റെ ഈ കണ്ണുകൾക്കിടയിൽ, അഥവാ ഒന്നൊറ്റ കണ്ണാണ്, മറ്റേ കണ്ണ്, ഈ 2 കണ്ണുകൾക്കും ഇടയിൽ, രണ്ടിന്റെയും ഇടഭാഗത്ത് എന്ത് എഴുതി വെച്ചിട്ടുണ്ട്? കാഫിർ, കാഫിർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. പ്രവാചകൻ പറയുന്നത്, തഅല്ലമു അന്നഹു ലൻ യറാ അഹദും മിൻകും റബ്ബഹു ഹത്താ യമൂത്ത്, നിങ്ങൾ ഒരാളും മരിക്കുന്നത് വരെ അല്ലാഹനെ കാണൂല. എന്താണ് നബി ഇതിങ്ങനെ ആവർത്തിച്ച് പറയാനുള്ള കാരണം?
അവൻ ചില ഫിത്നകൾ, ചില അടയാളങ്ങളൊക്കെ ആയിട്ട് വരും അല്ലെ. അവന്റെ കയ്യിൽ പുഴകളുണ്ടാകും, നദികളുണ്ടാകും, തീയുണ്ടാകും, അവൻ ആളുകളെ കൊല്ലും, എന്നിട്ട് ജീവിപ്പിക്കും. അപ്പോ പ്രത്യക്ഷത്തിൽ വിശ്വാസമില്ലാത്ത ആളുകൾക്ക് ശരിയാണ് റബ്ബാണെന്ന് വാദിച്ച് ഒരാൾ വരുമ്പോൾ അതിനുള്ള പ്രത്യക്ഷത്തിലുള്ള ചില അടയാളങ്ങളൊക്കെ അവനിൽ കാണുമ്പോൾ വിശ്വാസം കുറഞ്ഞ ആളുകൾ, വിശ്വാസമില്ലാത്ത ആളുകൾ അതിൽ വീണുപോകും. അവന്റെ പ്രധാന വാദം അവൻ റബ്ബാണെന്ന് വാദിച്ചിട്ടാണ് വരിക. അതെന്താണ്? അങ്ങനത്തെ ഒരു കഴിവ് അള്ളാഹു ആ സമയത്ത് അവന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അങ്ങനത്തെ ഒരു കഴിവ്, അതാണ് ഞാൻ പറഞ്ഞത്, അതൊരു പരീക്ഷണമാണ്. അതുകൊണ്ടല്ലേ അത് എല്ലാ പ്രവാചകന്മാരും അവനിൽ ഇത് എന്തുകൊണ്ടാണ് താക്കീത് കൊടുത്തത്? ഇങ്ങനത്തെ ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നുണ്ട്. വ്യത്യസ്ത രൂപത്തിലാണ് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണം നമ്മൾക്ക് വരിക. അപ്പൊ വിശ്വാസമുള്ള ഒരാളുടെ വിശ്വാസത്തെ പരീക്ഷിക്കുന്നതിന്റെ അങ്ങേയറ്റത്തെ രൂപമാണത്. അപ്പൊ അതുകൊണ്ടാണ് അത്രമേൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൽ നിന്ന് താക്കീത് കൊടുത്തതും. മാത്രമല്ല, എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് കൃത്യമായി പ്രവാചകൻ പഠിപ്പിച്ചു. അതുകൊണ്ട് പ്രവാചകൻ ആവർത്തിച്ച് പറഞ്ഞത് തഅല്ലമു, നിങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം. എന്താണ്? അന്നഹു ലയ്യറ അഹദും മിൻകും റബ്ബഹു ഹത്താ യമൂത്. മരിക്കണത് വരെ ഒരാളും ആരെ കാണൂല? റബ്ബിനെ കാണൂല. അപ്പൊ മരിക്കണതിന്റെ മുമ്പ് ഞാൻ റബ്ബാണെന്ന് വാദിച്ച് ആരെങ്കിലും വന്നാല് നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അത് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തന്നാലും അവൻ ആരായിരിക്കൂല? റബ്ബായിരിക്കൂല. കാരണം മരിക്കണത് വരെ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളും റബ്ബിനെ കാണൂല. എന്നാൽ മരണത്തിന് ശേഷം വിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹുവിനെ കാണാനുള്ള തൗഫീഖ് ഉണ്ടാവും. ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗനൽ ഖമറ ഫീ ലൈലത്തിൽ ബദർ. നിലാവുദിച്ച പൂർണ്ണചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന ഒരു രാത്രിയിൽ ആ ചന്ദ്രൻ നിങ്ങൾ എത്രമാത്രം തെളിമയോടെ കാണുന്നുണ്ടോ, ആ ചന്ദ്രനെ എത്ര തെളിച്ചത്തോടുകൂടെ നിങ്ങൾ കാണുന്നുണ്ടോ, അത്രമേൽ തെളിച്ചത്തോടുകൂടെ നിങ്ങൾക്ക് നാളെ പരലോകത്ത് അള്ളാഹുവിനെ കാണാൻ സാധിക്കും എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അള്ളാഹു ആ മഹാഭാഗ്യവന്മാരിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗൗരവത്തിൽ താക്കീത് കൊടുക്കുകയാണ്. ദജ്ജാൽ വരുമ്പോഴുള്ള വലിയ അവന്റെ ഒരു വാദം റുബൂബിയത്തായിരിക്കും, റബ്ബാണെന്ന വാദമായിരിക്കും. എന്നിട്ട് പണ്ഡിതന്മാർ പറയുന്നത് അവൻ റുബൂബിയത്ത് വാദിക്കുക എങ്ങനെയാണ്? അവന്റെ തന്നെ സൃഷ്ടിപ്പിൽ എന്തുണ്ട്? കുറവുണ്ട്. സൃഷ്ടിപ്പിൽ തന്നെ കുറവുള്ള ഒരാൾ എങ്ങനെയാണ് താൻ റബ്ബാണെന്ന് വാദിക്കുക? ഇല്ല. അവൻ എന്താണ്? ഒറ്റക്കണ്ണനാണ്, അവൻ മനുഷ്യനാണ്. ദജ്ജാൽ ആരാണ്? മനുഷ്യനാണ്. ദജ്ജാല് മനുഷ്യനാണ്. മനുഷ്യന്മാരുടെ പൂർണ്ണത എന്താണ്? 2 കണ്ണുണ്ടാകുക എന്നുള്ളതാണ്. അവന് 2 കണ്ണിൽ ഒറ്റ കണ്ണുള്ളൂ. അപ്പൊ സൃഷ്ടിപ്പിൽ തന്നെ അപൂർണതയുള്ള ഒരാൾ എങ്ങനെയാണ് സൃഷ്ടിപ്പിന്റെ അവകാശം അവൻ വാദിക്കുക? അവൻ സൃഷ്ടാവാണെന്ന് വാദിക്കുക. വൽ ഇലാഹ് യതആല അനിൻ നഖ്സ്. ഇലാഹാണെന്ന് വാദിക്കണ ഒരാൾ, പടച്ചോനാണെന്ന് വാദിക്കണ ഒരാൾക്ക് എന്ത് വേണം? അവൻ അപൂർണതകളിൽ നിന്ന് അവൻ ആരായിരിക്കണം? ഉന്നതനായിരിക്കണം. എന്ന് വെച്ചാൽ അവനൊരു ന്യൂനത ഉണ്ടാകാൻ പാടില്ല. പക്ഷേ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, എന്ത് മനസ്സിലാക്കാം? ഉലിമ അന്നഹു കദ്ദാബ്. അവൻ ആരാണ്? അവൻ കള്ളനാണെന്ന് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എന്ന് പണ്ഡിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഹദീസ് വെച്ചുകൊണ്ട് പറയാണ്. മാത്രമല്ല, അല അന്ന ദഅവാഹു റുബൂബിയ്യ കദിബ്. അവൻ റബ്ബാണെന്ന് വാദിക്കുന്നത് കള്ളമാണ്. എന്തുകൊണ്ട്? ലിഅന്ന റുയതല്ലാഹി തആല മുഖയ്യദതുൻ ബിൽ മൗത്ത്. അല്ലാഹനെ ഒരാൾക്ക് എപ്പോഴേ കാണാൻ പറ്റുള്ളൂ? മരിച്ചതിന് ശേഷമേ ഒരാൾക്ക് പടച്ചവനെ കാണാൻ പറ്റുള്ളൂ. മരണാനന്തരം മാത്രമാണ് ഒരാൾക്ക് പടച്ചവനെ കാണാൻ പറ്റുള്ളൂ. വദ്ദജ്ജാലു യദ്ദഇ അന്നഹു അല്ലാഹ് വയറാഹു الناس മഅ ദാലിക്. ദജ്ജാൽ അവൻ അല്ലാഹയാണെന്ന് പറയുന്നുണ്ട്, ജനങ്ങൾ അവനെ കാണുന്നുണ്ട്. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് മനസ്സിലാക്കാം? അവൻ അല്ലാഹയല്ല, റബ്ബല്ല എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മാ ബൈന ഖൽഖി ആദമ ഇലാ ഖിയാമിസ് സാഅ ഖൽഖുൻ അക്ബറു മിനദ് ദജ്ജാൽ, അല്ലെങ്കിൽ അംറുൻ അക്ബറു മിനദ് ദജ്ജാൽ. ആദം നബിയുടെ സൃഷ്ടിപ്പ് മുതൽ ഖിയാമത്ത് നാൾ വരെ ദജ്ജാലിനേക്കാളും വലിയ ഒരു കാര്യം മറ്റൊന്നുമില്ല എന്നാണ്. ദജ്ജാലിനേക്കാളും വലിയൊരു കാര്യം, അഥവാ ദജ്ജാലിനേക്കാളും വലിയൊരു ജീവി വേറൊന്നുമില്ല എന്നുള്ളതല്ല. അത് പണ്ഡിതന്മാർ പ്രത്യേകം പറഞ്ഞു. ലൈസ ബൈന ഖൽഖി ആദം ഇലാ ഖിയാമി സഅ ഫിത്നത്തുൻ അഅ്ളമു മിനദ് ദജ്ജാൽ ലിഇളമി ഫിത്നതിഹി വബലിയതിഹി വലിശിദ്ദതി തൽബീസിഹി വമിഹ്നതിഹി. എന്താണ്? ആദം നബി മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള ഏറ്റവും വലിയ ഫിത്ന ദജ്ജാലിന്റെ ഫിത്നയാണ്. വിശ്വാസികളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന. എന്തുകൊണ്ടാണ്? ദുർബലരായ മനുഷ്യർക്ക് മുമ്പിൽ ഒരു മനുഷ്യനെ അങ്ങോട്ട് കൊന്നിട്ട് ജീവനാണ് കൊടുക്കണം. ഒരു മനുഷ്യനെ കൊന്നിട്ട് ജീവൻ കൊടുക്കണം. ഞാൻ സൃഷ്ടിക്കും എന്ന് പറയണം അല്ലേ? അവന് തീയുണ്ട്, അവന്റെ അടുത്ത് പുഴകളുണ്ട്, അവൻ അല്ലേ? പിന്നെ അതേപോലെ തന്നെ അവൻ മഴ വർഷിപ്പിക്കാൻ. ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോ വിശ്വാസം കുറഞ്ഞ ഒരാൾ അതിൽ പെട്ടുപോകും.
അങ്ങനത്തെ ഒരുപാട് ഫിത്നകളുമായിട്ടാണ്. മാത്രമല്ല എന്താണ് അവന്റെ ഫിത്നയുടെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ്? ലോകത്ത് ഭൂമിയിൽ എല്ലായിടത്തും അവനെത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, രണ്ടിടങ്ങളിലൊഴികെ, മക്കയും മദീനയും അല്ലാത്ത രണ്ടിടങ്ങളിലൊഴികെ എല്ലായിടത്തും എത്തും. അഥവാ മനുഷ്യർ ജീവിക്കുന്നിടത്തെല്ലാം അവനെത്തും. അപ്പൊ എല്ലാവരിലേക്കും ചൂഴ്ന്നു നിൽക്കുന്ന, എല്ലാവരിലേക്കും എത്തുന്ന ഒരു ഫിത്നയായിരിക്കും. ആ ഫിത്നയാകട്ടെ അവരുടെ വിശ്വാസത്തെ അങ്ങേയറ്റം അപകടപ്പെടുത്തുന്ന ഫിത്നയായിരിക്കും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മാ ബൈന ഖൽഖി ആദം ഇലാ ഖിയാമിസ് സാഅ ഖൽഖുൻ അക്ബറു മിന ദജ്ജാൽ. ദജ്ജാലിനേക്കാളും വലിയൊരു ഫിത്ന, ഒരു പ്രയാസം പിന്നെ ആദം നബിയുടെയും ഖിയാമത്ത് നാളുടെയും ഇടയിലില്ല എന്നാണ്. എന്ന് വെച്ചാൽ ദജ്ജാലിനേക്കാളും വലിയ ശരീരമുള്ള ഒരാളില്ല എന്നല്ല പറഞ്ഞത്, മറിച്ച് ദജ്ജാലിന്റെ ഫിത്നയെക്കാളും വലിയൊരു ഫിത്ന ഇല്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അമറൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മതഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ഉമ്മത്തിനോട് കൽപ്പിച്ചു. എന്താ കൽപ്പിച്ചത്? അയ്യസ്തഈദു ബില്ലാഹി മിൻഹു. അല്ലാഹുവിനോട് നിങ്ങൾ ദജ്ജാലിൽ നിന്ന് ഇസ്തിആദത്തിനെ തേടണം, ശരണം തേടണം. ദജ്ജാലിൽ നിന്ന് ശരണം തേടണം. ഉഊദു ബില്ലാഹി മിൻ അദാബില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, നിങ്ങൾ അല്ലാഹുവിന്റെ അദാബിൽ നിന്ന് അല്ലാഹുവിനോട് ശരണം തേടണം, ഇസ്തിആദത്തിനെ തേടണം. ഉഊദു ബില്ലാഹി മിൻ അദാബിൽ ഖബ്ർ. നിങ്ങൾ ഖബർ ശിക്ഷയിൽ നിന്ന് അല്ലാഹുവിനോട് ശരണം തേടണം. ഉഊദു ബില്ലാഹി മിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് നിങ്ങൾ അല്ലാഹുവിനോട് ശരണം തേടണം. ഉഊദു ബില്ലാഹി മിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്ത്. നിങ്ങൾ ജീവിത മരണങ്ങളിൽ സംഭവിക്കുന്ന കാലത്തെ എല്ലാ ഫിത്നകളിൽ നിന്നും നിങ്ങൾ അള്ളാഹുവിനോട് ശരണം തേടണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോന്നും എടുത്തെടുത്ത് പ്രത്യേകം പറഞ്ഞു. ഈ ഓരോന്നും വലിയ ഫിത്നകളാണ്. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. അതുകൊണ്ടാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്ത് വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ എന്ന് എല്ലാ നമസ്കാരത്തിലും നമ്മൾ അള്ളാഹുവിനോട് ശരണം തേടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ വെറുതെ അതൊരു വ്യായാമമാകുക എന്നുള്ളതിനപ്പുറത്ത് അത് മനസ്സറിഞ്ഞ് നാവുകൊണ്ട് കേവലമായ ചൊല്ലലിൻ്റെ അപ്പുറത്ത് മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടെ ആ ദിക്ർ, ആ പ്രാർത്ഥന നമ്മൾ നിർവഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം പരീക്ഷകൾ നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാർ വലിയ ഭയം അവർക്കുണ്ടായിരുന്നു എന്നാണ്. ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് അവർ ഭയപ്പെട്ടിരുന്നു എന്നാണ്. എന്താണ് കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ എല്ലാ ഹദീസും നമ്മൾ കേട്ടിക്കണോ? ഇല്ലല്ലോ. നേരത്തെ സൂചിപ്പിച്ചല്ലോ, വാള്യങ്ങൾ കണക്കിന് ഈ വിഷയത്തിൽ മാത്രം ഗ്രന്ഥങ്ങൾ എഴുതാൻ മാത്രം പ്രവാചകൻ ഹദീസ് പറഞ്ഞിട്ടുണ്ട് എന്ന് നേരത്തെ പണ്ഡിതന്മാർ പറഞ്ഞ് ഞങ്ങളോട് പറഞ്ഞു. നമ്മളിപ്പോൾ ഇതിലാകെ കുറച്ച് ഹദീസേ കേൾക്കുന്നുള്ളൂ. ഇത് മുഴുവൻ ആരാ കേട്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മിമ്പറിന്റെ താഴെ ഇരുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീനി മജ്ലിസിലിരുന്ന് ഇത് മുഴുവൻ കേട്ടത് സ്വഹാബിമാരാണ്. അപ്പൊ കൂടുതൽ അറിവുണ്ടാകുമ്പോൾ ആ വിഷയത്തിൽ കൂടുതൽ ബോധ്യമുണ്ടാകും. അത് ഫിത്നയാണെങ്കിൽ അതിനെ കൂടുതൽ ഭയപ്പെടും, അത് അനുഗ്രഹമാണെങ്കിൽ കൂടുതൽ അത് ആഗ്രഹിക്കും, അല്ലെ? അത് ഏത് കാര്യവും അങ്ങനെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാർ വലിയ ഭയം, അത്രമേൽ വിശ്വാസികളായിട്ട്, അത്രമേൽ ഔലിയാക്കളായിട്ട്, അത്രമേൽ പ്രവാചകന്റെ സുഹബത്ത് എന്ന സ്വഹാബിമാരെന്ന പദവിയിലേക്ക് എത്തിയിട്ട്, സ്വർഗമുണ്ടെന്ന സന്തോഷ വാർത്ത കിട്ടിയിട്ട്, അല്ലേ, ഞങ്ങളൊക്കെ സേഫാണ് എന്നല്ല അവർ വിചാരിച്ചത്. നമ്മളൊക്കെ സേഫാണെന്നല്ല അവർ വിചാരിച്ചത്. എല്ലാ സ്വഹാബിമാർക്കും വകുല്ലൻ വഅദല്ലാഹുൽ ഹുസ്ന, എല്ലാവർക്കും അല്ലാഹു അൽ ഹുസ്ന വാഗ്ദാനം. എന്താ അൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ? അൽ ജന്ന, സ്വർഗമാണ്. അവരിൽ തന്നെ പേരെടുത്ത് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച ആളുകളുണ്ട്, അല്ലെ? ഷഹീദായവർക്ക് സ്വർഗമാണെന്ന് അവർക്കറിയാം. ഹിജ്റ വന്ന ആളുകൾക്ക് അല്ലാഹു അവരെ തൃപ്തിപ്പെടുത്തുന്നവർക്ക് പിന്നെ വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസ്വാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദു അൻ. അപ്പോൾ ആ ഹിജ്റ വന്ന മുഴുവൻ സ്വഹാബിമാർക്കും അറിയാം ഈ ആയത്ത് എന്നെ കുറിച്ചാണ് പറഞ്ഞത് എന്ന്, അതിൽ ഞാനുമുണ്ട് എന്ന്, അല്ലെ? അവരെ ഇരു കൈകളും നീട്ടി അല്ല, ജീവിതം കൊടുത്ത്, സമ്പത്ത് കൊടുത്ത്, വേണ്ടതെല്ലാം കൊടുത്ത് സ്വീകരിച്ച അൻസാറുകൾക്കറിയാം ഞങ്ങളും ഈ ആയത്തിൽ പെട്ടിട്ടുണ്ട് എന്ന്. അവർ അതിൽപ്പെട്ട ആളുകളാണ്, അള്ളാഹുവിന്റെ തൃപ്തി കിട്ടിയ ആളുകളാണ്. താഴ്ഭാഗത്ത് കൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗത്തെ കുറിച്ച് പറഞ്ഞത് ഞങ്ങളെ കുറിച്ചാണെന്ന് അവർക്കറിയാം. എത്രമാത്രം സേഫ് സോണിലാണ് പ്രവാചകന്റെ സ്വഹാബത്ത് ജീവിച്ചത്. അങ്ങനെ ആലോചിക്കുമ്പോൾ പക്ഷേ എന്ന് വിചാരിച്ചിട്ട് അവര് ഞങ്ങൾക്കൊന്നും ഇനി കുഴപ്പമില്ല എന്ന് വിചാരിച്ച് ജീവിക്കല്ല ചെയ്തത്. ഓരോ ഹദീസുകളും ഹൃദയത്തിലാണ് അവരുടെ ഇത് തറച്ചത്. അതുകൊണ്ട് തന്നെ അവരെ കുറിച്ച് പറയാൻ മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു
പറയുന്നത് കാണാൻ സാധിക്കും. ഇമാം അഹ്മദ് തന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. മഹാനായ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുന്നു, കുന്നാ നതനാവബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫനബീതു ഇൻദഹു. ഞങ്ങൾ ഇങ്ങനെ മാറി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത്, പ്രവാചകന് കാവലായി അവിടെ പള്ളിന്റെ അടുത്ത് എപ്പോഴും ചില സഹാബിമാർ ഇങ്ങനെ താമസിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ചക്കൂനു ലഹു ഹാജ, നബിക്ക് ചില ആവശ്യങ്ങൾ ഉണ്ടാകും. അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഔ യത്റുഖുഹു അംറുൻ മിനൽ ലൈലി ഫയബഅസുൻ, അല്ലെങ്കിൽ നബിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും രാത്രിയിൽ. ഇപ്പൊ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞേക്കേണ്ട ആവശ്യങ്ങളോ നബിക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എപ്പോഴും ഒരു കരുതൽ സ്വഹാബത്തിന് എപ്പോഴും നബിയുടെ അരികിൽ ഉണ്ടാകും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ. അങ്ങനെ ആളുകൾ പലരും അവിടെ വന്ന് അങ്ങനെ രാത്രി കിടക്കാറും ഉറങ്ങാറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യും? അപ്പൊ ആ സമയത്ത് അവർ എന്തിനാണ് ഉപയോഗപ്പെടുത്തുന്നത് ആലോചിച്ച് നോക്കി. നമ്മൾ 4 ആൾ കൂടി നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ പീടിയൊക്കെ കൊലായിൽ കൂടിയിരിക്കുമ്പോൾ, നമ്മൾ പള്ളിക്കൊലായിൽ കൂടിയിരിക്കുമ്പോൾ, നിസ്കാരം കഴിഞ്ഞാൽ നമ്മളെ ചർച്ചകളും സഹാബത്തിന്റെ ചർച്ചകളും എങ്ങനെയാണ്? അറിവും ഇൽമും ഈമാനും ഇഖ്ലാസും കൂടുമ്പോൾ അതാണ് അവരുടെ ചർച്ചകളിൽ വരുന്നത്. അപ്പൊ അവരിങ്ങനെ ഫകുന്ന നതഹദ്ദസ്, ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫഖറജ അലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ ലൈൽ. രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളിലേക്ക് വന്നു. നബി ഇങ്ങനെ ഇറങ്ങി വന്നു. ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ വെറും വർത്താനല്ല പറയണത്, അത് മനസ്സിലാവും ഹദീസ് കേൾക്കുമ്പോൾ. ഫഖാല മാ ഹാദിഹി നജ്വ, എന്താ രഹസ്യ സംഭാഷണം? നബി ചോദിച്ചു, എന്താ ഇപ്പൊ നിങ്ങളൊരു സ്വകാര്യം പറച്ചില്? അലം നഹകും അനിൻ നജ്വ, സ്വകാര്യം പറയരുത് ഞങ്ങളോട് പറഞ്ഞിട്ടില്ലേ? ഇങ്ങനെ കൂടിയിരുന്നിട്ടില്ലേ നമ്മൾ ഈ കുസുകുസു എന്നറിയില്ലേ നമ്മൾ, അത് പറയരുത് ഞങ്ങളോട് പറഞ്ഞിട്ടില്ലേ? കാരണം എന്താണ്? അതെപ്പോഴും ഖൈറിനേക്കാൾ എന്താ ഉണ്ടാക്കുക? ഷർറാൻ ഉണ്ടാക്കുക. അങ്ങനെ സംസാരിക്കുമ്പോൾ അത് ഏതെങ്കിലും ആൾക്കാരെ കുറിച്ചേക്കാരം, അല്ലെങ്കിൽ ഓൻ അങ്ങനെ പോയി മറ്റൊങ്ങനെ പോയി എന്ന് പറഞ്ഞിട്ട് അതേ കാര്യം പൊതുവേ മനുഷ്യന്മാരുടെ സ്വഭാവത്തിൽ വരിക. അതുകൊണ്ട് നബി എന്ത് ചെയ്തിരുന്നു? അങ്ങനത്തെ സ്വകാര്യം പറച്ചുകൾ, അത്തരം രഹസ്യ സംഭാഷണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞ നബി പറയാണ്, ഞങ്ങൾ അങ്ങനെ പറയരുതെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പോ സഹാബത്ത് പറയാണ്, അബൂ സഈദ് അൽ ഖുദരി പറയാണ്, ഞാൻ പറഞ്ഞു നബിയെ നതൂബു ഇലല്ലാഹി യാ നബിയല്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിനോട് തൗബ ചെയ്യാണ് പ്രവാചകരെ. എന്നിട്ടോ ഇന്നമാ കുന്നാ ഫീ ദിക്രിൽ മസീഹി ഫറഖൻ മിൻഹു, ഞങ്ങള് ഇന്നമാ കുന്നാ ഫീ ദിക്രിൽ മസീഹ്, ഞങ്ങൾ മസീഹു ദജ്ജാലിനെ കുറിച്ചുള്ള സംസാരത്തിലായിരുന്നു. ഫറഖൻ മിൻഹു അഥവാ ഖൗഫൻ മിൻഹു, ദജ്ജാലിനെ കുറിച്ചുള്ള ആ വരവിനെ കുറിച്ചും ഫിത്നയെ കുറിച്ചും ഒക്കെ അറിഞ്ഞപ്പോ അതിലുള്ള ഭയം കാരണം അതാണ് ഞങ്ങൾ, അതിനെക്കുറിച്ചാണ് ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു എന്നാണ്. അപ്പോൾ പ്രവാചകന്റെ സഹാബിമാർ എത്രമാത്രം ഈ വിഷയത്തെ ഗൗരവത്തിൽ കൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറയുന്ന വേറൊരു കാര്യമുണ്ട് അല്ലേ. ഞാൻ ഈ ഒന്നാം ഭാഗം പറഞ്ഞത് എത്രമേൽ സഹാബിമാർ ഈ വിഷയത്തിൽ ഗൗരവമുള്ള ജാഗരൂകരായിരുന്നു എന്നുള്ളതിനെ കുറിച്ചാണ്. ഇത് പറഞ്ഞത് കേട്ടപ്പോ ദജ്ജാലിനെ കുറിച്ച് ഇത്രമേൽ ഗൗരവത്തിൽ അവരെ പഠിപ്പിച്ചിട്ടുണ്ട് നബി. അതുകൊണ്ടാണ് അവർക്ക് അത്ര ഗൗരവത്തിൽ അവർ ആ വിഷയം എടുത്തത്. അപ്പൊ നബി അല്ലെ അതിന്റെ ഗൗരവം അവർക്ക് ബോധ്യമായിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്തൊരു കാര്യം അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ പറഞ്ഞത്? അല ഉഖ്ബിറുക്കും, ഞങ്ങൾക്ക് ഒരു കാര്യം അറിയിച്ചു തരട്ടെയോ? ബിമാ ഹുവ അഖ്വഫു അലൈക്കും മിനൽ മസീഹ് ഇൻദി, ദജ്ജാലിനെക്കാളും നിങ്ങളെക്കുറിച്ച് എനിക്ക് ഭയമുള്ള, ഞാൻ ഭയപ്പെടുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അല്ലേ, ദജ്ജാലിനെക്കാളും ദജ്ജാലിന്റെ വരവിനേക്കാളും ആ ഫിത്നയെക്കാളും ഞാൻ ഭയപ്പെടുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? നിങ്ങളുടെ മേൽ നിങ്ങൾക്ക് സംഭവിക്കാനിരിക്കുന്ന, ഞാൻ നിങ്ങളിൽ ഭയപ്പെടുന്ന ഒരു കാര്യത്തെക്കുറിച്ച്. അപ്പൊ അവർ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അതേ പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അശ്ശിർകുൽ ഖഫി, അശ്ശിർകുൽ ഖഫി, ഗോപ്യമായ ശിർക്കാണത്, ഗോപ്യമായ ശിർക്കാണത്. നബി പറഞ്ഞു, എന്താണ് ഈ ഷിർക്കുൽ ഖഫി? ഷിർക്ക് എന്ന് പറയാൻ നമുക്കൊക്കെ അറിയാം അല്ലേ, ഷിർക്ക് എന്ന് പറയാൻ നമുക്കൊക്കെ അറിയാം. അള്ളാഹ്ക്ക് കൊടുക്കേണ്ട ഒരു കാര്യം അല്ലാത്തവർക്ക് കൊടുക്കുക, ഇബാദത്തിന്, നേർച്ചയാകട്ടെ, വഴിപാടാകട്ടെ, പ്രാർത്ഥനയാകട്ടെ, അത്തരം കാര്യങ്ങളൊക്കെ അല്ലാത്തവർക്ക് കൊടുക്കുക, അത് ഷിർക്കാണ്. പക്ഷെ ഷിർക്കുൽ ഖഫി എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൻ യഖൂമ അർ-റജുലു യഅമലു ലിമകാനി റജുലിൻ, ഒരാളൊരു കാര്യം ചെയ്യാം വേറൊരാൾ കാണാൻ വേണ്ടിയിട്ട്, വേറൊരാളെ കാണിക്കാനും വേറൊരാളുടെ തൃപ്തി കിട്ടാനും വേണ്ടിയിട്ട് ഒരാളൊരു കാര്യം ചെയ്യുന്നതിനാണ് ഷിർക്കുൽ ഖഫി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ഹദീസിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയാണ് ഞാൻ മുഴുവനായിട്ട് ഞാൻ ഇവിടെ വായിച്ചത്. അവസാന ഭാഗം നമ്മുടെ വിഷയമായി ഡയറക്റ്റ് ബന്ധമുള്ള കാര്യമില്ല. പക്ഷേ ദജ്ജാലിനെ പറയുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നമ്മൾ ദജ്ജാലിന്റെ ക്ലാസ് കേൾക്കുന്ന സമയത്ത് അതിനേക്കാളും ഒരു പക്ഷെ നമ്മുടെ അമലുകളെ പൊളിച്ചു കളയുന്ന കാര്യമാണ് നബി പറഞ്ഞു കൊടുക്കുന്നത്. ദജ്ജാൽ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പക്ഷെ നമ്മുടെ കാലത്ത് ദജ്ജാൽ വന്നുകൊള്ളണമെന്നില്ല അല്ലേ, അത് നബിക്കറിയാം. അപ്പോ ദജ്ജാൽ വന്നാൽ എന്താ സംഭവിക്കുക? അമല് പൊളിക്കും അല്ലെ, വിശ്വാസത്തെ പൊളിക്കും.
എന്നാൽ ദജ്ജാൽ വരാത്ത ഒരു സമൂഹത്തിലും അമലുകളെ പൊളിക്കുന്ന ഗൗരവമുള്ള ഒരു കാര്യമുണ്ട്. അതെന്താണ്? അശ്റുക്കുൽ ഖഫി. മറ്റൊരാൾ കാണാൻ വേണ്ടി, മറ്റൊരാളുടെ തൃപ്തിക്ക് വേണ്ടി, പ്രീതിക്ക് വേണ്ടി ഇബാദത്തുകൾ ചെയ്യുക, കർമ്മങ്ങൾ ചെയ്യുക. എന്താ അങ്ങനെ പറഞ്ഞാല്, നമ്മൾ സാധാരണ എത്ര കൊടുക്കാൻ വിചാരിച്ചത്, നമ്മൾ 50 കൊടുക്കാൻ വിചാരിച്ചത്. പക്ഷെ മൂപ്പരൊക്കെ വന്നിട്ട് എങ്ങനെ 50 കൊടുക്കുക, 500 ആക്കുക. അപ്പൊ നീയത്ത് മാറി. മനസ്സിലായോ? അല്ലെങ്കിൽ ആരെങ്കിലും കാണാനും അറിയാനും വേണ്ടി നമ്മുടെ ഇബാദത്തുകൾ പോവുക. അതാർക്കാണ് പോയത്? ഇബാദത്ത് ആർക്കാണ് ഖാലിസാക്കേണ്ടത്? വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ഇഖ്ലാസോടുകൂടെ അള്ളാഹിന്റെ മുമ്പിൽ മാത്രം കൊടുക്കേണ്ടതാണ് ഇബാദത്ത്. അതിനെ മറ്റൊരാളുടെ താല്പര്യം, മറ്റൊരാളുടെ പ്രീതി, അയാൾ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് ഇബാദത്തിന്റെ ഒരു അംശം നമ്മൾ നിർവഹിച്ചാൽ അള്ളാഹ്ക്ക് വേണ്ടിയല്ല അവിടെ ചെയ്തത്, പിന്നെ ആർക്കാ ചെയ്തത്? അയാൾക്ക് വേണ്ടി ചെയ്തത്. അത് ദജ്ജാലിനേക്കാളും വലിയ ഫിത്നയാണ് ഈ ഉമ്മത്തിൽ എന്ന് അള്ളാഹുവിന്റെ റസൂൽ. എന്തുകൊണ്ട്? ഓരോ സമയത്തും സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യമാണത്. ഓരോ വക്തിലും സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യമാണത്. ഓരോ ദിവസവും ഒന്നിലധികം തവണ ഒരു പക്ഷേ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്രമേൽ ഗൗരവത്തോടു കൂടെ ആ വിഷയം നമ്മളെ പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദജ്ജാലിന്റെ വിശേഷണങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് ഹദീസിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ദജ്ജാലിന്റെ വിശേഷണങ്ങൾ? ദജ്ജാൽ വരുന്ന ഒരു സമൂഹത്തിൽ എങ്ങനെ ദജ്ജാലിനെ മനസ്സിലാക്കാൻ സാധിക്കും? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ദീർഘമായ ഒരു ഹദീസ് ഉണ്ട്. ആ ഹദീസിൽ ദജ്ജാലിന്റെ വിശേഷണം ഓരോന്ന് പറയുന്നുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ദജ്ജാൽ ആരാണവൻ? ദജ്ജാൽ ഫൈദാ ഫീഹി അഅ്ലമു ഇൻസാനിൻ റഅയ്നാഹു ഖത്തുൻ ഖൽഖൻ. വലിയ ശരീരപ്രകൃതമുള്ള വ്യക്തിയാണ് ദജ്ജാൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. വലിയ ശരീരപ്രകൃതിയുള്ള വ്യക്തിയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒറ്റക്കണ്ണനാണ്. വഇന്നൽ മസീഹ ദജ്ജാൽ അഅ്വറുൽ ഐനിൽ യുംന. വലത്തെ കണ്ണ് ഉണ്ടാവില്ല. നമ്മൾ ചില ആൾക്കാർ വിചാരിച്ചത്, ഒറ്റക്കണ്ണ് എന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർ വിചാരിച്ചത് തീവണ്ടിന്റെ ലൈറ്റ് പോലെ ഇവിടേക്കാരൻ ദജ്ജാലിന്റെ കണ്ണെന്നാണ്. അങ്ങനെ ഹദീസിൽ എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. വലത്തെ കണ്ണ് ദജ്ജാലിന് ഉണ്ടാകൂല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. മാത്രമല്ല, കഅന്ന ഐനഹു ഇനബത്തുൻ താഫിയ, ഇങ്ങനെ കുറച്ച് പൊന്തി നിൽക്കുന്ന ഒരു മുന്തിരി പോലെയായിരിക്കും, അഥവാ തുറുപ്പൻ കണ്ണെന്ന് പറയില്ലേ, അങ്ങനെയായിരിക്കും ദജ്ജാലിന്റെ കണ്ണുണ്ടായിരിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ദജ്ജാലിന്റെ മുഖത്ത് എന്ത് ചെയ്തിട്ടുണ്ടാകും? കാഫിർ മക്തൂബും ബൈന ഐനിഹി കാഫിർ എന്ന് എഴുതി വെച്ചിട്ടുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നഹു ലാ യൂലദു ലഹു. ദജ്ജാലിന് മക്കൾ ഉണ്ടാവില്ല. ഇന്നഹു ലാ യൂലദു ലഹു. ദജ്ജാലിന് മക്കൾ ഉണ്ടാകില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സഹാബത്തിനെ എല്ലാവരെയും വിളിച്ചുകൂട്ടി. ഫാത്തിമ ബിൻത് ഖൈസ് റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, സമിഅതു നിദാഅൽ മുനാദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിളിച്ചു പറയുന്ന ആളെ ഞാൻ കേട്ടു. അഥവാ നബി ഒരാളെ പറഞ്ഞയച്ചു, എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കണം, പള്ളിയിലേക്ക് വിളിക്കണം. അസ്സലാത്തു ജാമിഅ, നമസ്കാരത്തിലേക്ക് വിളിക്കണം. ഫഖറജ്തു ഇലൽ മസ്ജിദ്, അങ്ങനെ ഞാൻ പള്ളിയിലേക്ക് പോയി. ഫസല്ലൈതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നമസ്കരിച്ചു. ഫകുൻതു ഫീ സഫ്ഫിൻ നിസാഇല്ലതി തലി ളുഹൂറൽ ഖൗം, അങ്ങനെ ഞാൻ എവിടെയായിരുന്നു? തൊട്ടുപുറകിൽ സ്ത്രീകളുടെ സഫിൽ ഞാനുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? പ്രവാചകന്റെ കാലത്ത് സ്ത്രീകൾ പള്ളിയിൽ പോകാറുണ്ടായിരുന്നു. ഫലമ്മാ ഖളാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാതഹു ജലസ അലൽ മിംബരി വഹുവ യൽഹഖ്, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരം കഴിഞ്ഞപ്പോൾ മിമ്പറിൽ കയറി. പ്രവാചകൻ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അങ്ങനെ പ്രവാചകൻ പറഞ്ഞു, ലിയൽസം കുല്ലു ഇൻസാനിൻ മുസല്ല, എല്ലാവരും അവിടെ തന്നെ ഇരിക്കണം. നമ്മൾ പറയില്ല ചില സമയത്ത് അപ്പോൾ ദീനിയായ ചില അറിയിപ്പുകൾ എവിടെ നിന്ന് നമുക്ക് കൊടുക്കാം? പള്ളിയിൽ നിന്ന് നമുക്ക് ഇങ്ങനത്തെ അറിയിപ്പുകൾ കൊടുക്കുക, ദീനിയായ കാര്യങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലിയൽസം കുല്ലു ഇൻസാനിൻ മുസല്ല, എല്ലാവരും അവിടെ തന്നെ ഇരിക്കണം. നബി പറഞ്ഞു, എല്ലാവരും നിസ്കരിച്ചോടെ തന്നെ ഇരിക്കണം, പോകാനായിട്ടില്ല. എന്നിട്ട് നബി ചോദിക്കണം, അത്തദറൂന ലിമ ജമഅതുകും, നിങ്ങൾക്കറിയാം ഞാൻ എന്തിനാ നിങ്ങളെ ഒരുമിച്ച് കൂട്ടിയത്? സാധാരണത്തെ പോലെ അല്ല, ഇന്ന് നബി എല്ലാവരോടും വരാൻ പറഞ്ഞിരിക്കുകയാണ്.
അല്ലെ? എല്ലാവരും വരണമെന്ന് നബി എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ വക്തിനും പോയി വിളിക്കാറില്ല. എല്ലാവരും പള്ളിക്ക് വരും. പക്ഷെ എന്നൊരു പ്രത്യേക ഇമ്പോർട്ടന്റ് കാര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് ആർക്കും അത് മിസ്സാകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരെയും ആളെ പറഞ്ഞയച്ച് നിസ്കാരത്തിലേക്ക് ജമാഅത്തിന്റെ സമയപ്പോൾ തന്നെ എല്ലാവരും വിളിച്ചു വരുത്തി. നിസ്കാരം കഴിഞ്ഞിട്ട് നബി അറിയിപ്പ് കൊടുത്തു, യൽസം കുല്ലു ഇൻസാനിൻ മുസല്ല, ആരും പോകരുത്, എല്ലാവരോടും ഇരിക്കണം. ഒരു കാര്യം എനിക്ക് അവരോട് പറയാനുണ്ട്. നബി ചോദിക്കണം, അതദറൂന ലിമ ജമഅതുക്കും, നിങ്ങൾക്ക് മനസ്സിലായോ എന്തിനാ ഞങ്ങളോട് വിളിച്ചു കൂട്ടിയിരുത്തിയത്? അപ്പോൾ അവർ പറഞ്ഞു, അല്ലാഹു റസൂലുഹു അഅലം, അല്ലാഹു റസൂലിനെ അറിയുള്ളൂ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നി വല്ലാഹി മാ ജമഅതുക്കും ലിറഗ്ബത്തിൻ വലാ ലിറഹ്ബത്തിൻ, ഒരു പ്രത്യേകമായ നിങ്ങൾക്ക് താല്പര്യമുണ്ടാക്കുന്ന ഒരു കാര്യമോ അതല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പുണ്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ പ്രത്യേകം നിങ്ങളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യത്തെക്കുറിച്ചോ അങ്ങനെ പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ നിങ്ങളെ ഇവിടെ വിളിച്ചു കൂട്ടിയത്. വലാകിൻ ജമഅതുക്കും, പക്ഷെ ഞാൻ നിങ്ങളെ വിളിച്ചു കൂട്ടിയത് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ആരായിരുന്നു? കാന റജുലൻ നസ്രാനിയൻ, അദ്ദേഹം ഒരു നസ്രാനിയായിരുന്നു ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ്. ഫജാഅ വബായഅ വഅസ്ലം, അങ്ങനെ അദ്ദേഹം വന്നു, ബൈഅത്ത് ചെയ്തു, ഇസ്ലാം സ്വീകരിച്ചു. അങ്ങനെ ഇരിക്കെ അദ്ദേഹം എന്നോട് വഹദ്ദസനി ഹദീസൻ, അദ്ദേഹം എന്നോട് ഒരു കാര്യം അദ്ദേഹം സംസാരിച്ചു. അദ്ദേഹത്തിന്റെ ഒരു അനുഭവം തമീമുദ്ദാരി എന്നോട് പങ്കുവെച്ചിട്ടുണ്ട്. അതെന്താണ്? വാഫഖല്ലദീ കുൻതു ഉഹദ്ദിസുകും അൻ മസീഹി ദജ്ജാൽ, നിങ്ങളോട് എപ്പോഴും ഞാൻ പറയുന്ന മസീഹു ദജ്ജാലുമായി ബന്ധപ്പെട്ട് യോജിച്ചു വരുന്ന ഒരു കാര്യം, അത്തരം ഒരു വിഷയം തമീമുദ്ദാരി എന്നോട് അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പങ്കുവെച്ചു. അത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചു കൂട്ടിയത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. എന്താണ്? അദ്ദേഹം എന്നോട് പറഞ്ഞു, അന്നഹു റകിബ ഫീ സഫീനത്തിൻ ബഹ്രിയ്യ, അങ്ങനെ അദ്ദേഹം ഒരു കടൽ യാത്രയിൽ അദ്ദേഹം പോകുന്ന സമയത്ത് മഅ 30 റജുലൻ മിൻ ലഖ്മിൻ വജുദാം, അഥവാ യമനിലെ 2 ഗോത്രങ്ങളാണ്, ലഹ്ം ജുദാം 2 ഗോത്രങ്ങൾ. ആ 2 ഗോത്രങ്ങളുടെ കൂടെ 30 ആളുള്ള ഒരു സംഘത്തിൽ അദ്ദേഹം പോകുന്ന സമയത്ത് ഫലഇബ ബിഹിമുൽ മൗജു ശഹ്റൻ ഫിൽ ബഹർ, ഒരു മാസക്കാലം അവർ കടലിൽ ഇരമ്പലിൽപ്പെട്ട് എന്ത് ചെയ്തു? അവർക്ക് വഴിതെറ്റി അവര് കടലിൽ എന്ത് ചെയ്തു? കഴിച്ചുകൂട്ടി. അവർക്ക് പോകേണ്ട സ്ഥലത്തേക്ക് പോകാൻ പറ്റാതെ ആകെ കടലിൽ അവർ അലഞ്ഞു തിരിഞ്ഞു. സുമ്മ അർഫഉ ഇലാ ജസീറത്തിൻ ഫിൽ ബഹരി ഹത്ത മഗ്രിബി ശംസ്, അങ്ങനെ അവരെന്ത് ചെയ്തു വെച്ചാൽ ഒരു തീരത്തേക്ക് ഒരു പിന്നെ കടലിലെ ഒരു ദ്വീപിന്റെ ഒരു തുരുത്തിലേക്ക്, ഒരു തീരത്തേക്ക് അവരണഞ്ഞു. അങ്ങനെ അണഞ്ഞ സമയത്ത് അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ കപ്പലിൽ നിന്ന് ഇറങ്ങി ചെറിയൊരു ബോട്ടിൽ അവര് ആ തീരമണഞ്ഞു. ഫതഖലുൽ ജസീറ, അങ്ങനെ അവര് ആ ജസീറയിലേക്ക്, ആ ദ്വീപിലേക്ക് അവര് പ്രവേശിച്ച സമയത്ത് ഫലഖിയഹും ദാബത്തുൻ അഹ്ലബ് കസീറു ശഅർ, അഥവാ ജടകുത്തിയ മുടിയുള്ള ഒരു മൃഗം പോലത്തെ ഒരു സാധനം അവരെ കണ്ടുമുട്ടി. ലാ യദ്റൂന മാ ഖുബ്ലുഹു മിൻ ദുബ്രിഹി മിൻ കസറത്തി ശിർ, അവർക്ക് അതിന്റെ അങ്ങേയറ്റത്ത് ജടകുത്തിയ മുടി കാരണം അതിന്റെ മുമ്പും ബാക്കും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് എന്ത് ചെയ്യണത്? അവരതിനെ കണ്ടത്. ഫഖാലു വൈലക് മൻ അൻത, നീ ആരാണ് എന്ന് അവർ അതിനോട് ചോദിച്ചു. അത് പറഞ്ഞു, അനൽ ജസ്സാസ, ഞാൻ ജസ്സാസയാണ്. അപ്പോ എന്താണ് വമൽ ജസ്സാസ? അഥവാ അവിടെ ചാരപ്പണി എടുക്കണ, നമ്മൾ ഇത് വിഷയം വരുമ്പോൾ മനസ്സിലാവും. വമൽ ജസ്സാസ, എന്താണ് ജസ്സാസ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അയ്യുഹൽ ഖൗം ഇൻതലിഖു ഇലാ ഹാദർ റജുൽ ഫി ദൈർ, നിങ്ങൾ ഇതിന്റെ കൂടെ പോര്, ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ അവരെയും കൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സംഭവം പറഞ്ഞു കൊടുക്കണം. ആർക്ക്? സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കണം. തമീമുദ്ദാരി വന്ന് പറഞ്ഞ ഈ സംഭവം, നിങ്ങൾ എൻ്റെ കൂടെ പോരി, ഞാൻ നിങ്ങളെ ഇലാ ഹാദർ റജുൽ ഫി ദൈർ, അഥവാ അവിടെ ഒരു പൊളിഞ്ഞ് കിടക്കുന്ന ഒരു 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 കനീസ, ഒരു ആരാധനാലയം പോലെയുള്ള ഒരു വീട്, അതിലുള്ള ആ വ്യക്തിയുടെ, മനുഷ്യന്റെ അടുത്തേക്ക് നിങ്ങൾ എൻ്റെ കൂടെ പോരും എന്ന് പറഞ്ഞു. ഫഇന്നഹു ഇലാ ഖബരികും ബിൽ അശ്വാഖ്, അദ്ദേഹം നിങ്ങളുടെ കാര്യത്തിൽ ഭയങ്കര താല്പര്യമുണ്ട് അദ്ദേഹത്തിന്. ഖാല, അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ വ്യക്തിൻ്റെ അടുത്ത് ഞങ്ങൾ കുറച്ച് ഭയത്തോടു കൂടെ, അദ്ദേഹം വല്ല ശൈത്താനും ആകുമോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു. അങ്ങനെ ഫൻതലഖ്നാ സിറാഅൻ ഹത്താ ദഖൽനാ ദൈർ, ഞങ്ങൾ വളരെ പെട്ടെന്ന് എന്ത് ചെയ്തു? അവിടെ എത്തി. ഞങ്ങൾ ആ പിന്നെ വീട്ടിൽ ഞങ്ങൾ പ്രവേശിച്ചു. فإذا فيه أعظم إنسان رأيناه قط خلقا وأشد وثاقا مجموعة يداه إلى عنقه ما بين ركبتيه إلى كعبيه بالحديد. അപ്പോൾ അദ്ദേഹം പറയാണ്, അദ്ദേഹം കണ്ട കാഴ്ച പറയാണ്, അവിടെ ഞങ്ങൾ
ഞങ്ങൾ എന്ത് കണ്ടു? അതാണ് നേരത്തെ പറഞ്ഞത്, ഈ ഹദീസാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഏത്? ഞങ്ങൾ അവിടെ എന്ത് കണ്ടു? ഫഇദാ ഫീഹി അഅ്ളമു ഇൻസാനിൻ റഅയ്നഹു ഖത്തു ഖൽഖൻ. ഞങ്ങളൊരു വലിയ തടിമാടനായ ഒരാളെ, അങ്ങനത്തെ രൂപത്തിലുള്ള ഒരാളെ ഞങ്ങളവിടെ കണ്ടു. വഅശദ്ദുഹു വസാഖൻ. അങ്ങേയറ്റം അദ്ദേഹത്തെ ബന്ധിപ്പിച്ചിട്ടുണ്ട്. പിന്നെയോ മജ്മൂഅത്തുൻ യദാഹു ഇലാ ഉനുഖിഹി. പെരടിയിലേക്ക് ഇങ്ങനെ അദ്ദേഹത്തിന്റെ കൈ വെച്ചിട്ട് ആണ് അദ്ദേഹം നിൽക്കുന്നത്. മാ ബൈന റുക്ബതൈഹി ഇലാ കഅബൈഹി ബിൽ ഹദീദ്. അതിങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഇരുന്ന് പെരടിയിലേക്ക് കൈവച്ച് ഇരുമ്പുകൾ കൊണ്ട് ബന്ധിപ്പിച്ച് ഇട്ടുള്ള രൂപത്തിൽ ആ മനുഷ്യനെ ഞങ്ങളവിടെ കണ്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞ ആ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് കണ്ടു. ദീർഘമായൊരു ഹദീസാണത്. ഇവിടെ അദ്ദേഹം അവരോട് കുറേ കാര്യങ്ങൾ അവരോട് സംസാരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് സമയം കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ബാക്കി ഭാഗത്ത് നമുക്ക് സംസാരിക്കാം. അപ്പോൾ നബി എന്തിനാണ് പറഞ്ഞത്? ആരെയാണ് അദ്ദേഹം കണ്ടത്? ദജ്ജാലിനെയാണ് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു കണ്ടത്. ആ സംഭവം ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ദജ്ജാലുമായി ബന്ധപ്പെട്ട വിഷയത്തോട് യോജിച്ചൊരു കാര്യമായതുകൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളെ ഇവിടെ എങ്ങനെ വിളിച്ചു ചേർത്തത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറയണം. അപ്പൊ സഹോദരന്മാരെ, ഒരാൾ മാത്രമാണ് സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ അത് കണ്ടത്. ഏതോ ഒരു ദ്വീപിലാണ് ദജ്ജാൽ ഉള്ളത്. അവിടുന്നാണ് ദജ്ജാലിന്റെ പുറപ്പെടൽ അവസാന കാലത്ത് ദജ്ജാലിന്റെ പുറപ്പെടൽ ഉണ്ടാവുക. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ ദജ്ജാലിനെ കണ്ടതായിട്ട് ഹദീസിൽ, ദീർഘമായ ഹദീസാണ്, ദജ്ജാലിനെ കണ്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഞാൻ സ്വപ്നത്തിൽ കഅബയെ നല്ല സുമുഖനായ നീളത്തിൽ മുടിയുള്ള ഒരാൾ തവാഫ് ചെയ്യുന്നത് ഞാൻ കണ്ടു. അതാരായിരുന്നു? അത് ഈസ ഇബ്നു മറിയമായിരുന്നു. അദ്ദേഹത്തിന്റെ പുറകിലായിട്ട് ജടകുത്തിയ മുടിയുള്ള ഒരാളും കഅബയെ തവാഫ് ചെയ്യുന്നത് ഞാൻ കണ്ടു. അല്ലേ? രണ്ടുപേരുടെ തോളിൽ കൈയിട്ടുകൊണ്ടാണ് തവാഫ് ചെയ്യുന്നത്. അത് ദജ്ജാലായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നമാണ്, യഖ്ലത്തിലല്ല, സ്വപ്നത്തിലാണ്. പിന്നെ ദജ്ജാൽ മക്കത്തും മദീനത്തും പ്രവേശിക്കില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ദജ്ജാൽ ഇല്ല എന്ന് പറയുന്നത്. അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. പണ്ഡിതന്മാര് ആ ഹദീസിനെ കൃത്യമായി ആ വിഷയത്തിൽ സംസാരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറക്കത്തിൽ കണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ കണ്ട സംഗതിയാണ്, യഥാർത്ഥത്തിൽ കഅബാലയത്തിന്റെ അരികിൽ കണ്ട സംഗതിയല്ല എന്ന് പണ്ഡിതന്മാർ അതിന് മറുപടി കൊടുക്കും. നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും. എന്താണ് മസീഹ് ദജ്ജാലിന്റെ ഇപ്പോഴത്തെ അവസ്ഥ? മസീഹ് ദജ്ജാലിന്റെ ഇപ്പോഴുള്ള അവസ്ഥ എന്താണ്? മസീഹ് ദജ്ജാൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു പറഞ്ഞ സംഭവം ദീർഘമായി വിശദീകരിക്കുന്ന ഇടയിൽ കാണാൻ സാധിക്കും. തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നി മുഖ്ബിറുക്കും അന്നി. എന്നിട്ട് ദജ്ജാൽ അവർക്ക് പറഞ്ഞു കൊടുത്തു എന്നാണ്. ദീർഘമായ സംസാരം അവർ കണ്ട ദജ്ജാൽ എന്ന് പറയുന്ന ഈ ജടകുത്തിയ മുടിയുള്ള ബന്ധിപ്പിക്കപ്പെട്ട് നിൽക്കുന്ന ഈ മനുഷ്യന് തമ്മിൽ നടക്കുന്നുണ്ട്. ഇതിന്റെ അവസാനത്തിൽ പറയണ കാണാം, ഇന്നി മുഖ്ബിറുക്കും അന്നി. ഞാൻ ആരാണ് എന്ന് എന്നെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ ആരാണ്? ഇന്നി അനൽ മസീഹ് ദജ്ജാൽ. ഞാനാണ് മസീഹു ദജ്ജാൽ. ഇന്നി ഊശികു അൻ യുഅ്ദന ലീ ഫിൽ ഖുറൂജ്. എനിക്ക് പുറപ്പെടാനുള്ള സമയമായി തുടങ്ങിയിട്ടുണ്ട് എന്ന് ദജ്ജാല് അവരോട് പറഞ്ഞു എന്നാണ്. ദജ്ജാല് പുറപ്പെടുന്നതിന്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ്? അതും ആ സംഭാഷണത്തിൽ കാണാൻ സാധിക്കും. ദജ്ജാല് പുറപ്പെടുന്ന അടയാളം ദജ്ജാൽ അവരോട് ചോദിക്കുകയാണ്. തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവിന്റെ സംഘത്തോട് ദജ്ജാല് ചോദിക്കുകയാണ്, അഖ്ബിറൂനി അൻ നഖ്ലി ബൈസാൻ. ബൈസാൻ എന്ന് പറഞ്ഞ പ്രദേശത്തുള്ള ഈത്തപ്പഴ തോട്ടത്തെക്കുറിച്ച് അദ്ദേഹം ചോദിക്കുകയാണ്.
ദജ്ജാൽ ചോദിക്കുകയാണ്. അപ്പോൾ അവർ ചോദിച്ചു, അതിന് എന്തിനെ കുറിച്ചാണ് നിങ്ങൾ ഞങ്ങളോട് ചോദിക്കുന്നത്? എന്തിനെ കുറിച്ചാണ് നിങ്ങൾ ഞങ്ങളോട് ചോദിക്കുന്നത്? അസ്അലുക്കും അൻ നഖ്ലിഹാ ഹൽ യുസ്മിർ, ഞാൻ അവിടുത്തെ ഈത്തപ്പനകളെ കുറിച്ചാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അതിപ്പോഴും കായ്ക്കുന്നുണ്ടോ? അതിനിപ്പോഴും ഈത്തപ്പഴം കിട്ടുന്നുണ്ടോ? ഖുൽനാ ലഹു, ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു നഅം, അതെ കിട്ടുന്നുണ്ട്. അപ്പോൾ ദജ്ജാൽ പറഞ്ഞു, അമാ ഇന്നഹു യൂഷിക്കു അല്ലാ തുസ്മർ, അത് ഇനി അത് കിട്ടാത്തൊരവസ്ഥ വന്നേക്കാം, കിട്ടാത്തൊരവസ്ഥ ഉണ്ടായേക്കാം. അഥവാ ഫലസ്തീനിന്റെ ഭാഗത്തുള്ള ഒരു പ്രദേശമാണിത്. പണ്ഡിതന്മാര് ആ പ്രദേശവും ആ തോട്ടവും എല്ലാം ഫോട്ടോ സഹിതം വരെ ദജ്ജാലുമായി ബന്ധപ്പെട്ട ഹദീസുകൾ പറയുന്നിടത്ത് ചേർത്ത് നമുക്ക് പുസ്തകങ്ങളിൽ കാണാൻ സാധിക്കും. അപ്പൊ ദജ്ജാൽ അവരോട് ചോദിക്കണം, മനസ്സിലാണ്ടോ? ദജ്ജാൽ അവരോട് ചോദിക്കണത്, ബൈസാൻ പ്രദേശത്തുള്ള ആ ഈത്തപ്പനകളുടെ അവസ്ഥ എന്താണ്? നിങ്ങൾ ഈത്തപ്പനകളെ കുറിച്ച് എന്താ നിങ്ങൾ ചോദിക്കണത്? അല്ല, ഞാൻ അതിപ്പോഴും കായ്ക്കുന്നുണ്ടോന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതെ, അതെപ്പോഴും കായ്ക്കുന്നുണ്ട്, എന്നാൽ അത് കായ്ക്കാത്തൊരു സാഹചര്യം ഉണ്ടാകും. ആര് പറയാണ്? ദജ്ജാൽ അവരോട് പറയാണ്. അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത്? അത് ഫലമില്ലാതാകുന്ന ഒരു കാലത്താണ് ആര് വരിക? ദജ്ജാല് പുറപ്പെടുക. പിന്നെ ദജ്ജാൽ വീണ്ടും അവരോട് ചോദിക്കണം, അഖ്ബിറൂനി അൻ ബുഹൈറത ത്വബരിയ്യ, മറ്റൊരു പ്രദേശത്തെ ഒരു തടാകത്തെ കുറിച്ച് ചോദിക്കാൻ, ഒരു ബുഹൈറ, ഒരു തടാകത്തെ കുറിച്ച് ചോദിക്കാൻ. അൻ അയ്യി ശൈഇഹാ തസ്തഖ്ബിർ, നിങ്ങൾ ആ തടാകത്തിന്റെ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്താ നിങ്ങൾ ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? തമീമുദ്ദാരിയും സംഘവും ആ ദജ്ജാലിനോട് ചോദിക്കാൻ. അപ്പോ ദജ്ജാൽ ചോദിക്കാണ്, ഹൽ ഫീഹാ മാ, അല്ല അതിലിപ്പോഴും വെള്ളമുണ്ടോ? അതിലിപ്പോഴും വെള്ളമുണ്ടോ? ഖാലു, അവർ പറഞ്ഞു, ഹിയ കസീറത്തുൽ മാ, ധാരാളം സമൃദ്ധമായ വെള്ളം അതിലുണ്ട്. അമാ ഇന്നമാ അഹാ യൂഷിക്കു അൻ യദ്ഹബ്, എന്നാലേ അത് വറ്റാൻ ആയിട്ടുണ്ട്, അത് വറ്റിയേക്കാം എന്ന് ദജ്ജാൽ അവരോട് പറഞ്ഞു എന്നാണ്. അപ്പോ ആ ബുഹൈറ, ആ തടാകം വറ്റുന്ന ഒരു കാലത്താണ് ആര് വരിക? ദജ്ജാൽ വരിക. മനസ്സിലായി നിങ്ങൾക്ക്? ഖിയാമത്തിന്റെ അടയാളമാണ് എന്ത്? ദജ്ജാലിന്റെ പുറപ്പെടൽ. ദജ്ജാൽ പുറപ്പെടലിന്റെ അടയാളമാണ് എന്ത്? ഈ പറയുന്ന കാര്യങ്ങൾ. അതേപോലെ തന്നെ ദജ്ജാൽ ചോദിക്കണം, അഖ്ബിറൂനി അൻ ഐനി സുഗർ എന്ന ആ ചെറിയ അരുവിയെക്കുറിച്ച്, വെള്ളമൊഴുകുന്ന സമൃദ്ധമായ തോട്ടങ്ങളുടെ ഇടയിലൂടെ ഒഴുകുന്ന ആ അരുവിയെ, ആ ചെറിയ പുഴയെക്കുറിച്ച് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരും. നിങ്ങൾ എന്താ കൊണ്ട് ഉദ്ദേശിച്ചത്? നിങ്ങൾ ചോദ്യം കൊണ്ട് എന്താ ഉദ്ദേശിച്ചത്? അവർ വീണ്ടും ചോദിച്ചു, ഹൽ ഫിൽ ഐനി മാഉൻ, ഇപ്പോൾ അതിൽ വെള്ളമുണ്ടോ? വഹൽ യസ്റഉ അഹ്ലുഹാ ബിമാഇൽ ഐൻ, ആ നാട്ടിലെ മനുഷ്യർ അതിൽ നിന്ന് വെള്ളമെടുത്തുകൊണ്ട്, ആ വെള്ളച്ചാലിൽ നിന്ന്, ആ അരുവിയിൽ നിന്ന്, അല്ലെങ്കിൽ ആ തോട്ടിൽ നിന്ന്, പുഴയിൽ നിന്ന് വെള്ളമെടുത്തുകൊണ്ട് അവരിപ്പോഴും അവരുടെ കൃഷിയിടങ്ങൾ നനയ്ക്കുന്നുണ്ടോ? അവരുടെ കൃഷിയിടങ്ങളുടെ സ്രോതസ് ഇപ്പോഴും ആ വെള്ള സ്രോതസ്സാണോ എന്ന് ദജ്ജാൽ അവരോട് ചോദിച്ചു എന്നാണ്. അപ്പോ അവർ പറഞ്ഞു, നഅം ഹിയ കസീറത്തുൽ മാ വഅഹ്ലുഹാ യസ്റഊന മിൻ മാഇഹാ, ആ പ്രദേശത്തെ മനുഷ്യരൊക്കെ അതാണ് വെള്ള സ്രോതസ്സായിട്ട് ഇപ്പോഴും അവലംബിക്കുന്നത്, അവർ അതിൽ നിന്നാണ് അവരുടെ കൃഷിയിടങ്ങൾ നനയ്ക്കുന്നത് എന്ന് ഞങ്ങൾ ദജ്ജാലിനോട് മറുപടി കൊടുത്തു. അപ്പോ ദജ്ജാൽ എന്തു പറഞ്ഞു? അതും വറ്റിപ്പോകാൻ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ അത് വറ്റും എന്ന് ദജ്ജാൽ അവരോട് പറഞ്ഞു. അപ്പോൾ അത് വറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ്, വറ്റുന്ന ഒരു സമയത്താണ് ദജ്ജാലിന്റെ പുറപ്പെടൽ ഉണ്ടാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ കൂട്ടിയിരുത്തി തമീമുദ്ദാരിയും സംഘവും ദജ്ജാലും തമ്മിൽ നടന്ന ആ സംഭാഷണം അവർക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, ദീർഘമായ ഹദീസാണ്. അങ്ങനെ എവിടെയാണ്, ഏത് പ്രദേശത്താണ് ഇനി ദജ്ജാൽ വരിക? ദജ്ജാൽ വരാൻ സമയമാകുമ്പോൾ ഏത് പ്രദേശത്തേക്കാണ് ദജ്ജാൽ വരിക? സമിഅ്തും ബിമദീനത്തിൻ ജാനിബും മിൻഹാ ഫിൽ ബർ വജാനിബും മിൻഹാ ഫിൽ ബഹർ, ഒരു പട്ടണം, ഒരു പ്രദേശം, അതിന്റെ ഒരു ഭാഗം കടലിലും ഒരു ഭാഗം കരയോടും ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശത്താണ് ദജ്ജാൽ വരിക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് അതിൽ പറഞ്ഞു കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. മാത്രമല്ല, ദജ്ജാലിന്റെ ദജ്ജാൽ പുറപ്പെടുന്നതിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് കുസ്തന്തീനിയ വിജയിക്കും മുസ്ലിമീങ്ങൾ. എങ്ങനെ വിജയിക്കും? മുസ്ലിമീങ്ങൾ പോരാട്ടമില്ലാതെ കുസ്തന്തീനിയ വിജയിക്കുന്നൊരു സമയത്താണ് ദജ്ജാൽ വരിക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. എന്നിട്ട് എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഖൂമു സ്സാഅ ഹത്താ യഗ്സൂഹാ 70,000 മിൻ ബനി ഇസ്ഹാഖ്,
ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്തതികൾ അഥവാ മുസ്ലിമീങ്ങളിൽപ്പെട്ട 70,000 ആളുകൾ പോരാടാതെ എന്ത് സംഭവിക്കൂല, അവിടെ പോരാടി യുദ്ധം ചെയ്യാതെ ദജ്ജാൽ വരൂല. ഫഇദാ ജാഊഹാ നസലു ഫലം യുഖാതിലു ബിസിലാഹിൻ വലം യർമു ബിസഹ്മിൻ ഖാലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ ഫയസ്ഖുതു അഹദു ജാനിബൈഹാ. അവര് വാളെടുത്ത് പോരാടൂല, മറിച്ച് അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർ പറയുമ്പോൾ, ഓരോ തവണയും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ ഉച്ചത്തിൽ ഈ 70,000 മനുഷ്യരും തഹ്ലീൽ കൊണ്ട് അവർ അങ്ങോട്ടടുക്കുന്ന സമയത്ത് അവർ ഓരോ ഘട്ടം ഘട്ടമായി അവർ പരാജയപ്പെടുമെന്നാണ്. അങ്ങനെ ഫബൈനമാഹും യഖ്തസിമൂനൽ മഗാനിം, ശത്രുക്കൾ പിന്തിരിഞ്ഞോടി പോകും. അവരുടെ ഗനീമത്ത് സ്വത്ത് ഇവരിങ്ങനെ വിഹിതം വെച്ചെടുക്കുന്ന സമയത്ത് ഇത് ജാഅഹുമുസ് സരീഖ്, ഖുസ്തന്തീനിയൻ പ്രദേശത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്ന് ആ ഗനീമത്ത് സ്വത്ത് അവർ വിഹിതം വെച്ചെടുക്കുന്ന സമയത്ത് ഒരു വിളിയാളം വരും. എന്താണ് വിളിയാളം? ഇന്ന ദജ്ജാല ഖദ് ഖറജ്, ഇതാ ദജ്ജാൽ പുറപ്പെട്ടിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്യും? ഫയത്റുകൂന കുല്ല ശൈഇൻ വയർജിഊൻ, അവരെല്ലാം ഒഴിവാക്കി അവർ മടങ്ങുമെന്നാണ്. പക്ഷേ അത് ശരിയാകില്ല. അതെന്താണ്? അതൊരു കള്ള പ്രചരണമായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എവിടെയാണ് ദജ്ജാൽ പുറപ്പെടുക? ഇന്നഹു ഫീ ബഹരി ശാം ഔ ബഹരിൽ യമൻ ലാ ബൽ മിൻ ഖിബലിൽ മശ്രിഖ്, മശ്രിഖിന്റെ ഭാഗത്ത് നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. ഇന്നഹു ഫീ ബഹരി ശാം, അത് ഷാമിന്റെ, ഔ മിൻ ബഹരിൽ യമൻ, അല്ലെങ്കിൽ യമനിന്റെ അല്ല, ലാ ബൽ മിൻ ഖിബലിൽ മശ്രിഖ്, മശ്രിഖിൽ നിന്നാണ് ദജ്ജാൽ പുറപ്പെടുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അന്ന ദജ്ജാല യഖ്റുജു മിൻ അർളിൻ ബിൽ മശ്രിഖ് യുഖാലു ലഹാ ഖുറാസാൻ, ഖുറാസാൻ എന്ന് പറയുന്ന പ്രദേശത്തു നിന്നാണ് ദജ്ജാൽ പുറപ്പെടുക. യത്തബിഉഹു അഖ്വാമുൻ കഅന്ന വുജൂഹഹും അൽ മജ്ജാൻ അൽ മുത്രഖ, ദജ്ജാലിനെ ആ പ്രദേശത്തുള്ള ആളുകൾ ദജ്ജാലിനെ പിന്തുടരുന്നതിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അവരുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിലൂടെ പറഞ്ഞു. ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, യഅതി അൽ മസീഹു മിൻ ഖിബലിൽ മശ്രിഖ് ഹിമ്മതുഹു അൽ മദീന, ദജ്ജാൽ പുറപ്പെടും മശ്രിഖിന്റെ ഭാഗത്ത് നിന്ന്. എന്തായിരിക്കും ദജ്ജാലിന്റെ പ്രധാന ഉദ്ദേശം? അൽ മദീന, മദീനയായിരിക്കുമെന്നാണ്. മദീനയായിരിക്കും, പക്ഷേ മദീനയിലേക്ക് പ്രവേശിക്കാൻ ദജ്ജാലിന് സാധിക്കില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇന്നൽ ഈമാന ലയരിസു ഇലൽ മദീനതി കമാ തരിസുൽ ഹയ്യതു ഇലാ ജുഹരിഹാ, ഈമാൻ മദീനയിലേക്ക് ചുരുങ്ങും. ഏതുപോലെ? ഒരു പാമ്പ് എര വിഴുങ്ങി അതിന്റെ മാളത്തിലേക്ക് വീണ്ടും ചുരുങ്ങുന്നത് പോലെ, മാളത്തിൽ നിന്ന് പുറത്തു ചാടിയ പാമ്പ് മൊത്തം ചുറ്റി വന്ന് എര വിഴുങ്ങി തിരിച്ച പാമ്പ് ഒരു ചെറിയ മാളത്തിലേക്ക് ചുരുണ്ടുകൂടുന്നത് പോലെ മദീനയിൽ നിന്ന് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പോയ ഇസ്ലാം, എല്ലാ ഭാഗങ്ങളിലേക്കും പോയ ഈ വിശ്വാസം, അത് ചുരുങ്ങി 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 യഥാർത്ഥ വിശ്വാസികൾ, ഈമാൻ ഉൾക്കൊണ്ട മനുഷ്യർ മദീനയിൽ മാത്രമുണ്ടാകുന്ന ഒരു കാലമുണ്ടാകുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. മാത്രമല്ല മദീനയിൽ ദജ്ജാലെത്തും, എല്ലായിടത്തും ദജ്ജാലെത്തും പറഞ്ഞല്ലോ. 40 ദിവസമാണ് ദജ്ജാൽ ഭൂമിയിൽ ഉണ്ടാകുക. അതിൽ ഒരു ദിവസം ഒരു വർഷം പോലെ തോന്നും, അതേപോലെ തന്നെ അടുത്തൊരു ദിവസം ഒരു മാസം പോലെ തോന്നും, പിന്നത്തെ ഒരു ദിവസം ഒരു ആഴ്ച പോലെ തോന്നും, പിന്നെ ഉള്ളതെല്ലാം ഓരോ ദിവസം പോലെ തന്നെയായിരിക്കും. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചത്, അന്ന് ഞങ്ങൾ എങ്ങനെയാണ് നബിയെ നമസ്കരിക്കേണ്ടത്? അപ്പോൾ നിങ്ങൾ കണക്ക് കൂട്ടണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആ ഹദീസ് വെച്ചിട്ടാണ് പണ്ഡിതന്മാർ കുറേ സമയം, കുറേ കാലം, 6 മാസം സൂര്യൻ ഉദിക്കുന്ന സ്ഥലങ്ങളുണ്ട് അല്ലേ? ചില പ്രദേശങ്ങളിൽ 6 മാസം സൂര്യൻ ഉദിക്കുന്ന സ്ഥലങ്ങളുണ്ട്. 6 മാസം 3 മാസമൊക്കെ പൂർണ്ണമായും ഇരുട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടേക്ക് എങ്ങനെയാണ് നിസ്കരിക്കുക? അവിടുത്തെ ആൾക്കാർ എങ്ങനെയാണ് നിസ്കരിക്കുക? അത് പണ്ഡിതന്മാർ ഈ ഹദീസിനാണ് തെളിവ് പിടിച്ചത്. ഇസ്ലാം എത്ര സമഗ്രമാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ ഹദീസിൽ നിന്നാണ് പണ്ഡിതന്മാർ അതിന് തെളിവ് പിടിച്ചത്. എന്ത്? ദജ്ജാൽ വരുന്ന അന്നത്തെ ഒരു ദിവസം എത്ര ദൈർഘ്യമുണ്ടാകും? ഒരു വർഷത്തിന്റെ ദൈർഘ്യം പോലെ ഫീൽ ചെയ്യുമെന്ന്. അന്ന് നിസ്കരിക്കണം. എങ്ങനെ? അന്നും നിങ്ങൾ 24 മണിക്കൂർ കണക്ക് കൂട്ടിയിട്ട് നമസ്കാരത്തിന്റെ വക്തുകളെ തഖ്സീം ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിസ്കരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അങ്ങനെ ദജ്ജാൽ വരുന്ന ആ സമയത്ത് മദീനയിൽ ദജ്ജാലെത്തും, മദീനയുടെ അതിർത്തിയിൽ ദജ്ജാലെത്തും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു.
പക്ഷേ മദീനയുടെ എല്ലാ നഖ്ബുകളിലും അൻഖാബുകളിലും എല്ലാ പ്രവേശന കവാടങ്ങളിലും ആരുണ്ടാകും? മലായികത്ത് ഉണ്ടാകും. യഹ്രിസൂനഹ, മലായികത്ത് മദീനയെ സംരക്ഷിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. വ ഇന്നി ഊശികു അൻ യുഅ്ദന ലീ ഫിൽ ഖുറൂജ്, എനിക്ക് ഇവിടുന്ന് പുറത്തു ചാടാനുള്ള, അവർ കണ്ട ആ ദ്വീപിൽ നിന്ന്, ആ ജസീറയിൽ നിന്ന് എനിക്ക് പുറത്തു ചാടാനുള്ള സമയമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഫഅഖ്റുജു ഫഅസീർ ഫിൽ അർളി ഫലാ അദ ഖറിയതൻ ഇല്ലാ ഹബത്തുഹാ ഫി 40 ലൈല ഗൈറ മക്ക വ തൈബ. തമീമുദ്ദാരിയോട് സംഘത്തോടും ദജ്ജാൽ പറയാണ്, ഭൂമിയിൽ എല്ലായിടത്തും ഞാൻ എത്തും, എൻ്റെ എത്താത്തൊരു സ്ഥലം ഉണ്ടാകൂല, മക്കയും മദീനയുമല്ലാത്ത. ഫഹുമാ മുഹറമതാനി അലയ്യ കിൽതാഹുമാ, മക്കയും മദീനയും എനിക്ക് നിഷിദ്ധമാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഈ ദജ്ജാൽ അവരോട് പറഞ്ഞു എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കാൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കാൻ. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കാൻ, ഇനി വിശ്വാസികൾ എന്നുള്ള നിലയിൽ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. പ്രവാചകൻ പ്രത്യേകം പറഞ്ഞു ചെയ്തു, 40 യൗമൻ, 40 ദിവസം എങ്ങനെയായിരിക്കും? യൗമുൻ കസനത്തിൻ, ഒരു ദിവസം ഒരു വർഷം പോലെയായിരിക്കും. യൗമുൻ കശഹരിൻ, ഒരു ദിവസം ഒരു മാസം പോലെയായിരിക്കും. യൗമുൻ കജുമഅത്തിൻ, ഒരു ദിവസം ഒരു ജുമഅ പോലെ അഥവാ ഒരു ആഴ്ച പോലെയായിരിക്കും. വസായിറു അയ്യാമിഹി കഅയ്യാമിക്കും, ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം നിങ്ങളുടെ ഇപ്പോഴുള്ള ദിവസത്തെ പോലെയായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറയണം. അപ്പോൾ സ്വഹാബത്ത് ചോദിക്കണം, യാ റസൂലല്ലാഹ് ഫദാലിക്കൽ യൗമുല്ലദീ കസനത്തിൻ അതക്ഫീനാ ഫീഹി സ്വലാത്തു യൗമിൻ, അന്ന് നബി ഞങ്ങൾക്ക് ഒറ്റ ദിവസത്തെ നിസ്കാരം മതിയോ? അല്ലേ, ഒരു ദിവസം ഒരു വർഷത്തെ പോലെ ആയിക്കും എന്ന് പറഞ്ഞില്ലേ, അപ്പൊ അന്ന് ഞങ്ങൾ ഒരു നിസ്കാരം നിസ്കരിച്ചാൽ മതിയോ? പോരാ. ലാ ഖുദുറൂ ലഹു ഖദ്റഹു, നിങ്ങൾ കണക്കാക്കണം, ഒരു വർഷത്തെ ഓരോ ദിവസത്തെ നിങ്ങൾ കണക്കാക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു എന്നാണ്. സഹോദരങ്ങളെ, ഇനി ശൈത്താന്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒന്നെന്താണ്? പണ്ഡിതന്മാർ പറഞ്ഞു, അത്തമസ്സുകു ബിൽ ഇസ്ലാം, അത്തമസ്സുകു ബിൽ ഇസ്ലാം വത്തസല്ലുഹു ബിൽ ഈമാൻ വമഅരിഫതു അസ്മാഇല്ലാഹി വസിഫാതിഹിൽ ഹുസ്ന ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചെറിയ കാര്യമല്ല. ദജ്ജാൽ വരുന്നു, ഇപ്പം നമുക്കൊക്കെ മനസ്സിലായി. എങ്ങനെ കഴിച്ചിലാകാനുള്ള മാർഗം അത്തമസ്സുകു ബിൽ ഇസ്ലാം, നമ്മൾ ഇസ്ലാമിനെ മുറുകെ പഠിക്കുക, നന്നായിട്ട് നമ്മൾ പഠിക്കുക, ദീൻ പഠിക്കുക. പിന്നെയോ വത്തസല്ലുഹു ബിൽ ഈമാൻ, നമ്മുടെ ആയുധം എന്തായിരിക്കണം? സിലാഹ് എന്തായിരിക്കണം? സിലാഹ് ഈമാനായിരിക്കണം. കാരണം ദജ്ജാലിന് വന്നിട്ട് ഒറ്റ വെട്ടിന് ഒരാളാണ് കൊല്ലും, എന്നിട്ട് ആണ് നീപ്പിച്ചു, ജീവൻ കൊടുക്കും. അല്ലെ, മഴ എങ്ങനെ സമൃദ്ധമായി വർഷിക്കും, അവൻ്റെ അടുത്ത് സ്വർണ്ണം ഉണ്ടാകും, അവൻ്റെ അടുത്ത് പുഴകളുണ്ടാകും, അവൻ്റെ അടുത്ത് നരകമുണ്ടാകും, അവൻ നരകം കാണിച്ചു കൊടുക്കും. തങ്ങൾ പ്രത്യേകം പറഞ്ഞു, അവന്റെ നരകം അത് നരകമല്ല, അത് തണുപ്പാണ്. അല്ലേ, പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പരീക്ഷണമാണ്, കാണുമ്പോൾ അങ്ങനെ തോന്നും. ആർക്ക് മാത്രമേ രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ? വിശ്വാസിയായ ഒരു മനുഷ്യൻ ഇറങ്ങി വന്നിട്ട് പറയും, അൻത ദജ്ജാൽ, ഇത് ദജ്ജാലാട്ടോ, ധൈര്യസമേതം പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസാണ്, ദീർഘമായ ഹദീസുകളാണ്. വിശ്വാസിയായ, കാരണം എന്താണ്? നബി നേരത്തെ പറഞ്ഞു, അവന്റെ മുഖത്തെന്ത് എഴുതി വെച്ചിട്ടുണ്ട്? കാഫിർ എന്ന് എഴുതി വെച്ചിട്ട്. അതായിരിക്കും മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ, അത് അവനെ കുറിച്ച് അറിഞ്ഞ പഠിച്ച ഈമാന് കൊണ്ട് പടച്ചട്ടയൊരുക്കിയവന് മാത്രമേ, ആയുധം ഈമാനാക്കിയവന് മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അവന് ബോധ്യം ഉണ്ടാകും. അവൻ ആ പരീക്ഷണത്തിൽ അവൻ പെട്ടുപോയാലും, ആ ഫിത്നയിൽ അവൻ പെട്ടുപോയാലും, അവൻ കൊല്ലപ്പെട്ടു പോയാലും അവനൊരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം എന്താണ്? ഇറങ്ങി വന്നൊരു മനുഷ്യൻ പറയുമെന്നാണ്, ഒരു സ്വാലിഹായ മനുഷ്യൻ പറയുമെന്നാണ്, അൻത കാഫിർ, ദജ്ജാലാണ്, കാഫിറാണ് എന്ന് അവൻ പറയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും പ്രധാനം നമ്മുടെ ഈമാൻ ക്ലിയർ ആക്കുന്നതാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, പിന്നെയോ വമഅരിഫതു അസ്മാഇല്ലാഹി അൽ ഹുസ്ന, അൽ അസ്മാഇല്ലാഹി വസിഫാതിഹിൽ ഹുസ്ന, അല്ലാഹുവിന്റെ ഇസ്മുകളും വിശേഷണങ്ങളും നാമങ്ങളും ഹുസ്നയായ വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ, അല്ലാഹുവിനെ ധാരാളം നല്ല നാമങ്ങളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കണം. അപ്പോൾ അള്ളാഹനെ എങ്ങനെ മനസ്സിലാക്കുക? ഒരാൾ അള്ളാഹനെ അറിഞ്ഞൊരാൾക്ക് ബാക്കിയുള്ളവരൊക്കെ മനസ്സിലാക്കാൻ പറ്റൂല. അള്ളാഹനെ കറക്റ്റ് പഠിച്ച് മനസ്സിലാക്കിയ ഒരാൾക്ക് വേറൊരാളുകൊണ്ട് ഞാൻ അള്ളാഹ് പറഞ്ഞാൽ അവന് പെട്ടെന്ന് മനസ്സിലാവൂലേ? മനസ്സിലാവും അല്ലേ? നമ്മൾ ഒരു നല്ല ഒരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി ഉദാഹരണം പറയണം, അല്ലാതെ അള്ളാഹിനോട് സാദൃശ്യപ്പെടുത്തല്ല. അല്ലേ, നല്ല ഒരു വിഷയത്തിൽ ഇപ്പോൾ നോട്ടിടുന്ന ആൾക്കാർ അല്ലേ,
നോട്ടുന്ന ആൾക്കാർ ഇങ്ങനെ മാറ്റി വെക്കും. എന്തുകൊണ്ടാണ്? നല്ല പരിചയമുള്ള ആൾക്കാർ കള്ളനോട്ടുകൾ ഇങ്ങനെ തൊട്ടറിയാം. അത് മറ്റേ സാധനത്തിലിടേണ്ട ആവശ്യമൊന്നുമില്ല. കാലങ്ങളായി തന്ന ആളുകൾക്ക് ഇപ്പം എന്താണെന്ന് വെച്ചാൽ മെഷീനിൽ ഇങ്ങനെ ഇട്ടുകൊടുത്താൽ മറ്റേ ഇങ്ങനെ വേറെ വരും. പണ്ടത്തെ ആൾക്കാർക്ക് എൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ ആക്കുന്ന സമയത്ത് ഇങ്ങനെ മാറ്റി വെക്കും. എന്തുകൊണ്ടാണ്? ഇതിലാണ് പരിചയമായിട്ട് അല്ലേ? ഒരു വിഷയത്തിൽ, ഒരു അറിവിൽ, ഒരു ഇൽമിൽ നമ്മൾക്ക് തദ്ഖീഖ് ഉണ്ടായാൽ, അങ്ങേയറ്റത്തെ ഗ്രാഹ്യതയുണ്ടായാൽ അതിലെ കള്ളം നമുക്ക് വേറെ മനസ്സിലാവും, പെട്ടെന്ന് മനസ്സിലാവും. നല്ല വണ്ടി നോക്കാൻ പോണ ആൾക്കാർ അപ്പുറത്തെ ആൾ അങ്ങനെയുണ്ട് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ അയാൾ കൂളായിട്ടാണ് പറഞ്ഞു കൊടുക്കും. നല്ല, കാരണം ഇവർക്ക് വർക്ക്ഷോപ്പാണ്, വർഷങ്ങളായിട്ട് ഇത് നേരാക്കുന്ന പണിയാണ് അല്ലേ? അപ്പൊ അള്ളാഹിനെ കുറിച്ച്, അള്ളാഹിന്റെ അസ്മാകളിലൂടെ, അള്ളാഹിന്റെ നാമങ്ങളിലൂടെ, അള്ളാഹിന്റെ സിഫാത്തുകളിലൂടെ പടച്ചവനിലേക്ക് അടുത്ത ഒരു മനുഷ്യൻ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ നാഥനുമായി കൊണ്ട് രഹസ്യ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന്റെ അടുത്ത് വന്നിട്ട് ഞാൻ അള്ളാഹെന്ന് പറഞ്ഞാൽ പോയി പണിയാക്കാൻ പറയും. അതാണ് ആ സ്വാലിഹായ മനുഷ്യൻ വന്നിട്ട് മുഖത്ത് നോക്കി പറയും ദജ്ജാലിനോട്, ദജ്ജാൽ അൻത കാഫിർ, നീ കാഫിറാണ്. എന്തുകൊണ്ടാണ്? അള്ളാഹിനെ അവനക്കറിയാം, ദജ്ജാലിനെ അവനറിയാം. അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പണ്ഡിതന്മാർ പറയാണ്, ഈമാനെ കൊണ്ട് നമ്മുടെ ആയുധം അത് ഈമാനായിരിക്കണം, വിശ്വാസമായിരിക്കണം. നന്നായിട്ട് പഠിക്കണം സഹോദരങ്ങളെ. അള്ളാഹുലേക്ക് പോകാൻ ഒറ്റ വഴിയുള്ളൂ, അത് അള്ളാഹിന്റെ നാമങ്ങളിലൂടെയാണ് അല്ലേ? വേറെ ബൈപ്പാസ് ഒന്നുമില്ല. എങ്ങനെ ഒരാൾക്ക് അള്ളാഹിനെ അടുത്തറിയാൻ പറ്റുക? വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അള്ളാഹ്ക്ക് ഒരുപാട് നാമങ്ങളുണ്ട്. ഗഫൂർ എന്ന നാമം അള്ളാഹ്ക്കുണ്ട്. ഗഫാർ എന്ന നാമം. ഗഫൂറാണ്, ഗഫാറാണ്, വദൂദാണ്, വഹാബാണ്, മാലിക്കാണ്, സിത്തീറാണ്, റാസിഖാണ്, റസാഖാണ്, മലിക്കാണ്, മലീക്കാണ്, എല്ലാമാണ് അല്ലാഹ്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശഹാദ ഹുവർ റഹ്മാനുർ റഹീം ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ. ഇത്ര നാമങ്ങൾ ഒറ്റ ആയത്തിൽ അല്ലാഹു പറഞ്ഞത്. അപ്പം ഈ നാമങ്ങൾ നമ്മൾ പഠിച്ച് മനസ്സിലാക്കുക, പടച്ചവനെ അറിയാൻ ശ്രമിക്കുക, പടച്ചവനെ നമ്മൾ അറിയാൻ ശ്രമിക്കുക. മുഹൈമിൻ ഇതിൽ പറഞ്ഞ നാമമാണ് മുഹൈമിൻ. എന്താ അള്ളാഹിൻ്റെ മുഹൈമിൻ എന്ന് പറഞ്ഞാൽ എന്താ? മുഹൈമിൻ എന്ന നാമത്തിൻ്റെ അർത്ഥം നമുക്കറിയാം. സ്വന്തത്തോട് ചോദിക്കുക. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾക്കറിയാം, പക്ഷെ അള്ളാഹ്ക്ക് മുഹൈമിൻ എന്ന് പറഞ്ഞൊരു നാമുണ്ട്. എന്താണ് ആ മുഹൈമിൻ എന്ന നാമത്തിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം പോലും നമുക്കറിയില്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ അറിവ് എത്രത്തോളം കുറവാണ്. അപ്പം അള്ളാഹുലേക്ക് നമ്മൾ അടുക്കുക. അതാണ് രക്ഷപ്പെടാൻ ഒന്നാമത്തെ മാർഗം. രണ്ടാമത്തെ മാർഗം അത്തഅവ്വുദു ബില്ലാഹി മിൻ ഫിത്നതിഹി, ദജ്ജാലിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ഫഇന്നി അഊദു ബിക മിൻ ഫിത്നത്തിൻ നാർ വഅദാബിൻ നാർ വഫിത്നത്തിൽ ഖബർ വഅദാബിൽ ഖബർ വമിൻ ഫിത്നത്തിൽ ശർരി വമിൻ ശർരി ഫിത്നത്തിൽ ഗിനാ വമിൻ ശർരി ഫിത്നത്തിൽ ഫഖർ വഅഊദു ബിക മിൻ ശർരി ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ. അല്ലേ? മനുഷ്യന്മാരെ ഫിത്നയിലാക്കുന്ന കുറേ കാര്യങ്ങൾ, ചെറുതും വലുതുമായ കുറേ കാര്യങ്ങൾ പ്രവാചകൻ രക്ഷ ചോദിച്ചതിൽ ഒന്നാണ് വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ. നമ്മളെല്ലാവരും 5 വക്തിലും രക്ഷ ചോദിക്കുന്നുണ്ട്. ചോദിക്കൽ മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ നിർവഹിക്കുക. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഹഫിള 10 ആയാതി മിൻ അവ്വലി സൂറത്തിൽ കഹ്ഫ് ഉസിമ മിന ദജ്ജാൽ. സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യ ഭാഗം 10 ആയത്താരെങ്കിലും ഹിഫ്ലാക്കിയാൽ, വെറുതെ ഹിഫ്ലാക്കല്ല, അത് ഉൾക്കൊണ്ട് മനസ്സിലാക്കി അതിൻ്റെ ആശയത്തെ ഉൾക്കൊണ്ട് ആ ഒരു ഈമാനികമായ അർത്ഥത്തിൽ അവനതിനെ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ ശൈത്വാനിൽ നിന്ന് അവനത് രക്ഷയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കാൻ. അപ്പോൾ സഹോദരങ്ങളെ, ഇതെല്ലാം ഉൾക്കൊണ്ട് അറിഞ്ഞ് മനസ്സിലാക്കി നമ്മൾ നമ്മുടെ ഈമാനിനെ ആയുധമായി സ്വീകരിച്ച് വിഷയങ്ങൾ കൂടുതൽ പഠിക്കാൻ നമ്മൾ സന്നദ്ധരാവുക. ദജ്ജാൽ എന്നുള്ളത് വളരെ ദീർഘമായ ഒരു വിഷയമാണ്. അതിലെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിലൂടെ തന്നെ ദജ്ജാലിൻ്റെ രൂപവും ദജ്ജാലിൻ്റെ വരവും ഏത് സമയത്താണ് ദജ്ജാൽ വരിക എന്നുള്ളതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല ഘട്ടങ്ങളിലായി ദജ്ജാലിനെ കുറിച്ചുള്ള താക്കീത് നൽകിയതും സഹാബത്ത് ദജ്ജാലിനെ ഭയപ്പെട്ടതും ഒക്കെ നമ്മളെ എത്രമാത്രം ഗൗരവത്തിൽ ചിന്തിപ്പിക്കണമെന്നും കൂടുതൽ അത്തരം ഫിത്നകളിൽ നമ്മൾ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കണമെന്നും നമ്മളെ കൂടുതൽ ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ്. ദീനിയായ കാര്യങ്ങൾ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ സമയം കണ്ടെത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ, അവൻ്റെ പരിശുദ്ധ സ്വർഗ്ഗം നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ദീനിയായ കാര്യങ്ങൾ കൂടുതൽ പഠിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.